Hello dear students, welcome to the session. Plus 2 board examination വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. പ്ലസ് 2 സ്റ്റേറ്റ് ബോർഡ് എക്സാമിനേഷനിൽ പ്രീവിയസ് ഇയറിൽ നടന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നമ്മളൊന്ന് അനലൈസ് ചെയ്യാണ്. 2022 ജൂണിൽ നടന്ന എക്സാമിനേഷൻ, 2022 മാർച്ചിലെ പേപ്പറാണ്. ആ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്തത് ജൂണിലായിരുന്നു. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം, അതിൻ്റെ ആൻസേഴ്സൊക്കെ നമുക്കൊന്ന് എങ്ങനെ വരുമെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കിടക്കാം. റൈറ്റ്, 2022 ജൂണിൽ നടന്ന എക്സാമിനേഷൻ്റെ പേപ്പറിൽ നമുക്കറിയാം, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നമുക്ക് അതിന് ആദ്യം തന്നെ അതിൻ്റെ ഒരു ഫസ്റ്റത്തെ ഒരു ഷീറ്റിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ടായിരിക്കില്ല, അതിൻ്റെ സ്കോർ, അതിൻ്റെ ടൈം ഒക്കെ. നമുക്കറിയാം പ്ലസ് 2 ഫിസിക്സ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഔട്ട് ഓഫ് 60 ആണ് വരുന്നത്, 2 hours സമയം വരുന്നത് അല്ലേ. അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് നോക്കൂ, നമുക്ക് ഒരു ഫസ്റ്റ് 15 minutes അത് കൂൾ ഓഫ് ടൈമാണ്. നമുക്കറിയാം, നമ്മൾ ഇത്രയും കാലം എക്സാം എഴുതുമ്പോഴൊക്കെ നമുക്കൊരു കൂൾ ഓഫ് ടൈം കിട്ടുന്നുണ്ട് അല്ലേ. ആദ്യത്തെ 15 മിനിറ്റിൽ നമ്മൾ ആ എക്സാമിനേഷൻ്റെ ആ ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആയി നമുക്കൊന്ന് വായിച്ച് അത് എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ഫെമിലിയർ ആക്കി എടുക്കാനുള്ള ഒരു ടൈമാണ്. അപ്പോൾ നമുക്കൊന്ന് സെറ്റിൽ ആവാൻ നമുക്ക് ആ സമയം ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ യു മേ യൂസ് ദ ടൈം ടു റീഡ് ദ ക്വസ്റ്റ്യൻസ് ആൻഡ് പ്ലാൻ യുവർ ആൻസേഴ്സ് അല്ലേ. നമുക്ക് ആ സമയത്ത് എന്ത് ചെയ്യാം, ആ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് വായിച്ച് നോക്കി കൃത്യമായിട്ട് നമുക്കൊരു പ്ലാൻ ചെയ്ത് വെച്ചിട്ട് നമുക്ക് എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, നമുക്കത് വായിച്ച് അതിനനുസരിച്ച് ഒരു പ്ലാനിലേക്ക് എത്താം. ആദ്യത്തെ 15 മിനിറ്റ്, ദെൻ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. അപ്പോൾ ഓരോ സെക്ഷനിലും അതിൻ്റേതായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കാണും, നമുക്ക് നോക്കാം. ഫസ്റ്റ് സെക്ഷൻ നോക്കൂ, ആൻസർ എനി 5 questions from 1 to 9 ഈച്ച് ക്യാരീസ് 1 score. ആദ്യത്തെ 1 മുതൽ 9 വരെയുള്ള ക്വസ്റ്റ്യൻസിനകത്ത് ഏതെങ്കിലും 5 എണ്ണം മാത്രം നമുക്ക് എഴുതിയാൽ മതി. സോ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് നോക്കാം. 1 mark ക്വസ്റ്റ്യൻസ് ആണ്. എന്തൊക്കെയാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ SI യൂണിറ്റ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ ക്വസ്റ്റ്യൻ ആണ്, 1 mark ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ യൂണിറ്റ് പറഞ്ഞാൽ മാത്രം മതി. ന്യൂട്ടൺ പെർ കൂളോം അല്ലേ, ഈസിലി പഠിച്ചു വയ്ക്കുന്നതാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ യൂണിറ്റ് ഞങ്ങൾ ബൈഹാർട്ട് പഠിച്ച് നമുക്ക് ഓർമ്മയില്ലെങ്കിൽ നമുക്കൊരു എക്സ്പ്രഷൻ പഠിക്കാനുണ്ടായിരുന്നു. അതായത് ഫോഴ്സ് എന്ന് പറയുന്നത് ചാർജ് ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡാണ്, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്, ഫോഴ്സ് ഡിവൈഡ് ബൈ ചാർജ് എന്ന് നമുക്കതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൽ നിന്ന് ഫോഴ്സിൻ്റെ യൂണിറ്റ് ആയിട്ടുള്ള ന്യൂട്ടനും അതേപോലെ ചാർജിൻ്റെ യൂണിറ്റ് ആയിട്ടുള്ള കൂളോമും തമ്മിലുള്ള ഈ ഒരു കണക്ഷൻ നമുക്ക് കിട്ടും. സോ ന്യൂട്ടൺ പെർ കൂളോം അല്ലെങ്കിൽ ന്യൂട്ടൺ കൂളോം റൈസ് ടു -1 എന്ന് പറയുന്ന ആ ഒരു ആൻസർ നമുക്ക് ആ രീതിയിലൊക്കെ കണക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സോ നമ്മളുടെ ഓപ്ഷൻ എയിൽ വരുന്ന ന്യൂട്ടൺ കൂളോം റൈസ് ടു -1, NC റൈസ് ടു -1 ഇതാണ് നമ്മളുടെ ആൻസർ വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ യൂണിറ്റ് 1 മാർക്ക് നമുക്ക് തരാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോക്കൂ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, നെയിം ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ ചാർജ് Q മൂവിംഗ് ത്രൂ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് വിത്ത് എ വെലോസിറ്റി V. ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് നമുക്കറിയാം, അത് ലോറൻസ് ഫോഴ്സ് ആണ്, അല്ലെങ്കിൽ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് നമുക്കതിനെ നെയിം ചെയ്യാം അല്ലേ. ലോറൻസ് ഫോഴ്സ് അല്ലെങ്കിൽ നമുക്ക് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്നും വേണമെങ്കിൽ അതിനെ പറയാം. ആക്ച്വൽ ടൈം ലോറൻസ് ഫോഴ്സ് മാത്രമാണ്. ലോറൻസ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ അത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ കോമ്പിനേഷൻ ആണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഈ മൂവിങ് ചാർജിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കേസ് മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്നുകൂടെ സ്പെസിഫിക് ആയിട്ട് പറയാമെന്ന് മാത്രം. ഓക്കെ, സോ ലോറൻസ് ഫോഴ്സ് നമ്മൾ ആ ചാപ്റ്ററിൽ 4th ചാപ്റ്ററിൽ നമ്മൾ ഫസ്റ്റ് തന്നെ പഠിക്കുന്ന ഒരു ടൈമാണ് അല്ലേ, ഈസി അല്ലേ. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ നോക്കൂ, ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ്സ് ക്യാൻ സെറ്റ് അപ്പ് കറന്റ് ലൂപ്സ് ഇൻ നിയർ ബൈ മെറ്റൽ ബോഡീസ്. ഓക്കെ, ദേ ഡിസിപ്പേറ്റ് ഇലക്ട്രിക്കൽ എനർജി ആസ് ഹീറ്റ്. സച്ച് കറൻറ്റ്സ് ആർ. എന്ത് കറണ്ടാണ് അവിടെ ഡെവലപ്പ് ആവുന്നത്, അല്ലെങ്കിൽ ഏത് കറണ്ട് നമ്മൾ ഇങ്ങനെ വിളിക്കുന്നത്, ഏത് ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻ സെറ്റ് അപ്പ് കറൻറ്റ്സ് ലൂപ്പ്. കറണ്ടിൻ്റെ ലൂപ്പ് ഫോം ചെയ്യുന്നു, അതിന് ഹീറ്റിൻ്റെ ഫോമിൽ എനർജി ഡിസിപ്പേഷൻ നടക്കുന്നു എന്ന് പറയുമ്പോൾ അതെന്താണ്, എഡ്ഡി കറണ്ടാണ്. സോ അത് നിങ്ങൾ എഡ്ഡി കറണ്ട് പഠിക്കുമ്പോൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ട, അതിൻ്റെ ഡെഫിനിഷനിൽ തന്നെ വരുന്നുണ്ട്. സോ സർക്കുലേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ കറണ്ട് ലൂപ്പ് എന്നൊക്കെ പറയുമ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എഡ്ഡി കറണ്ടിനെ ആയിരിക്കും. സോ നിങ്ങൾക്ക് അത് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ എഡ്ഡി കറണ്ട് ഒന്ന് പഠിച്ചു വയ്ക്കുക. നമുക്ക് അതിൻ്റെ ഡെഫിനിഷനായും ചോദിക്കാം, അല്ലെങ്കിൽ ഇതിൽ 1 word ക്വസ്റ്റ്യനും ചോദിക്കാവുന്ന ഒരു ടോപ്പിക്കാണിത്. ഇനി അടുത്ത് നോക്കും, ഇൻ പ്യുവർലി ഇൻഡക്റ്റീവ് ഓർ കപ്പാസിറ്റീവ് സർക്യൂട്ട് പവർ ഫാക്ടർ കോസ് ഫൈ ഈസ്. പ്യുവർലി ഇൻഡക്റ്റീവ് അല്ലെങ്കിൽ കപ്പാസിറ്റീവ് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ അവിടെ പവർ ഫാക്ടർ നമുക്കറിയാം, പവർ ഫാക്ടർ എന്ന് പറയുന്നത് കോസ് ഫൈ അല്ലേ, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഫൈ എന്ന് പറയുന്ന അവിടുത്തെ ഫേസ് ഡിഫറൻസ് അല്ലേ, ആ ഫേസ് ഡിഫറൻസ് പ്യുവർലി ഇൻഡക്റ്റീവ് അല്ലെങ്കിൽ പ്യുവർലി കപ്പാസിറ്റീവ് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ ആ ഫേസ് ഡിഫറൻസ് എത്രയായിരിക്കും, π/2 ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ π/2 ഫൈ ഈസ് ഈക്വൽ ടു π/2 ആയിരിക്കും ഈ കണ്ടീഷനിൽ നമുക്ക് വരുന്ന ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കോസ് ഫൈ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു കോസ് π/2 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ 0 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ കേസിൽ നമുക്ക് ആ പവർ ഫാക്ടർ ഈസ് 0 എന്ന് പറഞ്ഞുകൊണ്ട് ആ ആൻസർ നമുക്ക് മെൻഷൻ ചെയ്യാം.
ഓക്കെ അല്ലേ? ഇനി സി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, റിലേഷൻ ബിറ്റ്വീൻ വെലോസിറ്റി ഓഫ് ലൈറ്റ്, പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്, പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ഈസ്, അതായത് സിയും μ0യും ε0 തമ്മിലുള്ള റിലേഷൻ. ആ റിലേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. നോക്കൂ, C is equal to 1 divided by root of μ0 ε0 എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷനിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. ആ എക്സ്പ്രഷൻ നമ്മൾ നേരത്തെ പഠിച്ചു വയ്ക്കുന്ന ഒരു ഇക്വേഷനാണ് അല്ലേ? അപ്പോൾ അത് കൺഫ്യൂസ്ഡ് ആവരുത്. നമുക്ക് റൂട്ട് അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. റൂട്ട് ഇല്ലാതെ 1/μ0 ε0 വരുന്നത് ആക്ച്വലി C² is equal to ആയിരുന്നു. നമുക്കതല്ല, നമുക്ക് C equal to തന്നെ ആ ഇക്വേഷൻ എഴുതുന്നതാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഓപ്ഷൻ ബി, C is equal to 1 divided by റൂട്ട് ഓഫ് μ0 ε0 എന്നുള്ള വാല്യൂ, ആ ഒരു ഇക്വേഷൻ നമുക്കിവിടെ എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. സി ലൈറ്റ് വേവ്സ് ആർ ട്രാൻസ്വേഴ്സ് ഇൻ നേച്ചർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. ലൈറ്റ് വേവ്സ് ട്രാൻസ്വേഴ്സ് വേവ്സ് ആണെന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്. അത് ലോഞ്ചിറ്റ്യൂഡ് വേവ് അല്ല, ട്രാൻസ്വേഴ്സ് വേവ് ആണ്. അതിന് അപ്പ് ആൻഡ് ഡൗൺ ക്രസ്റ്റ് ഒക്കെ വെച്ച് നമ്മൾ ആ വേവ് ഒക്കെ വരയ്ക്കുന്നതാണല്ലേ, അതിന് വേവ് ഫോം വരയ്ക്കുമ്പോൾ. അപ്പോൾ എനിവേ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്ന ആൻസർ വെച്ചുകൊണ്ട് നമുക്ക് അത് കറക്റ്റ് ചെയ്യാം. റൈറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഫോട്ടോൺസ് ആർ ഇലക്ട്രിക്കലി, ഫോട്ടോൺ എന്ന് പറയുന്നത് ലൈറ്റിൻ്റെ പാർട്ടിക്കിൾ നേച്ചർ പറയുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ പാർട്ടിക്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഫോട്ടോൺസ് അല്ലെ, ലൈറ്റ് പാർട്ടിക്കിൾസ് ആണ്, ലൈറ്റിൻ്റെ എനർജി പാക്കറ്റ്സ് നമ്മൾ ഫോട്ടോൺസ് എന്ന് വിളിക്കുന്നു. അത് ഇലക്ട്രിക്കലി എന്താണ്, ചാർജ് ഉണ്ടോ, നെഗറ്റീവ് ആണോ, പോസിറ്റീവ് ആണോ? അല്ല, അത് ന്യൂട്രൽ ആണല്ലേ. നമ്മളത് ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. സോ ന്യൂട്രൽ ആണ്. ഫോട്ടോൺസ് ആർ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ്. ഓക്കെ, അപ്പം അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്ത് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദ മിനിമം എനർജി റിക്വയർഡ് ടു ഫ്രീ ആൻ ഇലക്ട്രോൺ ഫ്രം ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റത്തിൽ നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റിൻ്റെ എനർജി ലെവൽ നമ്മൾ പഠിക്കുന്നുണ്ട്. എങ്ങനെയായിരുന്നു ഗ്രൗണ്ട് സ്റ്റേറ്റിൽ എനർജി എന്ന് പറയുമ്പോൾ E is equal to -13.6 divided by n² ഇലക്ട്രോൺ വോൾട്ട് എന്ന് പഠിക്കുന്നുണ്ട്. അത് അവിടെ ഇലക്ട്രോൺസിനെ ബൈൻഡ് ചെയ്ത് നിർത്തുന്ന എനർജിയാണ്. അപ്പോൾ ഇലക്ട്രോൺസിനെ അവിടെ നിന്ന് റിലീസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അവിടെ നിന്ന് ഫ്രീ ആക്കുന്നതിന് നമ്മൾ കൊടുക്കേണ്ട എനർജി എന്ന് പറയുന്നത്, ഗ്രൗണ്ട് സ്റ്റേറ്റ് പറയുമ്പോൾ എന്താ, n is equal to 1 അല്ലേ. n is equal to 1 ആകുമ്പോൾ ആ എനർജി E1 എന്ന് പറയുന്നത് is equal to -13.6 ഇലക്ട്രോൺ വോൾട്ട് ആണെങ്കിൽ നമ്മളതിനെ ഫ്രീ ആക്കുന്നതിന് സപ്ലൈ ചെയ്യുന്ന എനർജി എന്തായിരിക്കും? അതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോസിറ്റീവ് 13.6 ഇലക്ട്രോൺ വോൾട്ട്. ശ്രദ്ധിക്കുക, യൂണിറ്റ് ഇലക്ട്രോൺ വോൾട്ട് ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മളുടെ ആൻസർ വരിക. +13.6 ഇലക്ട്രോൺ വോൾട്ട് ആണ് നമുക്ക് ആൻസർ ആയിട്ട് കൊടുക്കേണ്ടി വരിക. ഓക്കെ, റൈറ്റ്. ആറ്റംസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് നമ്മൾ ഈ ടോപ്പിക്ക് പഠിക്കുന്നത് അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 9th ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ജനറൽ ഇക്വേഷൻ ഓഫ് ആൽഫ ഡി കെ. ആൽഫ ഡി കെ നോക്കൂ, നമുക്ക് എക്സ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ആറ്റത്തിൽ നിന്ന് ഒരു ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുമ്പോൾ റിമൈനിങ് നോക്കൂ എന്തായിരിക്കും വരുന്നത്. ആൽഫ പാർട്ടിക്കിൾ നമ്മൾ ഹീലിയം ന്യൂക്ലിയസ് ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. 2 ആറ്റോമിക് നമ്പറും 4 മാസ് നമ്പറും വരുന്ന ഒരു ഹീലിയം ന്യൂക്ലിയസിന് ഈക്വലൻ്റ് ആണ് നമ്മളുടെ ആൽഫ പാർട്ടിക്കിൾ അല്ലേ. അപ്പോൾ ഒരു ആൽഫ പാർട്ടിക്കിളിനെ എമിറ്റ് ചെയ്യുമ്പോൾ ആ എലമെൻറ്റിൽ വരുന്ന ചേഞ്ചസ് നമുക്ക്, അല്ലെങ്കിൽ ആ ആറ്റത്തിൽ വരുന്ന ചേഞ്ചസ് നമുക്ക് എങ്ങനെ ഇക്വേഷനിൽ കാണിക്കാം. അപ്പോൾ നോക്കുക, അതിൻ്റെ ആറ്റോമിക് നമ്പറിലും മാസ് നമ്പറിലും ചേഞ്ച് വരുമ്പോൾ അതൊരു ഡിഫറെൻറ്റ് എലമെൻ്റ് ആയിട്ട് മാറില്ലേ. സോ നമുക്ക് Y ആണ് വരുന്നത്. Yയിൽ എന്ത് സംഭവിക്കും? മാസ് നമ്പറിൽ ഒരു 4 ഡിക്രീസ് ആവുന്നുണ്ട്, ആറ്റോമിക് നമ്പറിൽ ഒരു 2 ഡിക്രീസ് ആവുന്നുണ്ട്. സോ ഓപ്ഷൻ ബി ആണ് നമ്മളുടെ ആൻസർ വരുന്നത്. ഓക്കെ, A-4 Z-2 ആ ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാം. ക്ലിയർ. അപ്പോൾ ആൽഫ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ആൽഫ ഡി കെ ഒക്കെ നമുക്ക് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കാൻ സാധിക്കണം. ന്യൂക്ലിയർ എന്ന ചാപ്റ്ററിൽ ആൽഫ, ബീറ്റ, ഗാമ ഡി കേസിനെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. അതിൽ ആൽഫ പാർട്ടിക്കിൾ ഡി കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ച് ആണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഓക്കെ അല്ലേ. സോ ആദ്യത്തെ 9 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇതിനകത്ത് നമുക്ക് ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻ മാത്രം ആൻസർ ചെയ്താൽ മതിയായിരുന്നു. 1 മാർക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം ഓൾമോസ്റ്റ് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലേ. അപ്പോൾ ഈ രീതിയിൽ ചാപ്റ്റേഴ്സിനെ കുറിച്ച് നമുക്കൊരു അവയർനെസ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ എടുത്ത് പോകാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് 1 വേർഡ് സെക്ഷനിൽ വന്നത്. ഇനിയുണ്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം അടുത്ത്. സോ അടുത്ത സെക്ഷൻ ബിയിൽ ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് ഫ്രം 10 to 13 ഈച്ച് ക്യാരീസ് 1 സ്കോർ. 1 മാർക്ക് തന്നെയാണ്, പക്ഷേ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യണം. 4 ക്വസ്റ്റ്യൻസ് അല്ലേ, 10 to 13. ആ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. 10th ക്വസ്റ്റ്യൻ നോക്കൂ. ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് അറ്റ് ദ സർഫസ് ഓഫ് എ ചാർജ്ഡ് കണ്ടക്ടർ മസ്റ്റ് ബി നോർമൽ ടു ദ സർഫസ് അറ്റ് എവറി പോയിന്റ്. ഈസ് എ സ്റ്റേറ്റ്മെന്റ് ട്രൂ ഓർ ഫാൾസ്? അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് അറ്റ് ദ സർഫസ് ഓഫ് എ ചാർജ്ഡ് കണ്ടക്ടർ, ഒരു ചാർജ്ഡ് കണ്ടക്ടറിൻ്റെ സർഫസിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? നോർമൽ ടു ദ സർഫസ് ആയിരിക്കും അല്ലേ. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്.
അതിൽ വേറൊരു കൺഫ്യൂഷനും നമുക്ക് വേണ്ട. ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ്. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ അതിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? അത് പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ആ കാര്യം നമ്മൾ എവിടെ പഠിക്കുന്നത്? നമുക്ക് കറണ്ട് ഇലക്ട്രിസിറ്റി ചാപ്റ്ററിനകത്ത് ഡ്രിഫ്റ്റ് വെലോസിറ്റി നമ്മൾ ആദ്യം പഠിക്കുന്നുണ്ട്. അതായത് ഡ്രിഫ്റ്റ് വെലോസിറ്റി വി ഡി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഇലക്ട്രിൻ്റെ ചാർജ് ഇലക്ട്രിക് ഫീൽഡ് ഡിവൈഡ് ബൈ മാസ് ഇൻറ്റു ടൈം ടോ. ഓക്കെ, ഇതാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ. പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ നമുക്ക് വി ഡി ഡിവൈഡ് ബൈ ഇ എന്ന് വരും അല്ലേ? അതായത് ഇ ബൈ എം, ഇവിടെ അഗെയിൻ ഒരു ഇ കൂടെ വരും, ആൻഡ് ടോ ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡ് രണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി നമുക്ക് വരുന്നത് ഇ ടോ ഡിവൈഡ് ബൈ എം. അല്ലെങ്കിൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഫീൽഡ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണത്? അത് മൊബിലിറ്റി ആണ്. മൊബിലിറ്റി മ്യൂ ഈസ് ഈക്വൽ ടു ആണ് നമുക്ക് ഈ ഇക്വേഷൻ പഠിക്കാനുള്ളത്. ഡ്രിഫ്റ്റ് വെലോസിറ്റിയും മൊബിലിറ്റിയും ഒക്കെ പഠിച്ചു വെക്കേണ്ടതാണ്. നമുക്കത് ഡെഫിനിഷനായിട്ട് അല്ലെങ്കിൽ അത് ഡയറക്റ്റ് ആ രീതിയിൽ ക്വസ്റ്റ്യനും വരാം, അല്ലെങ്കിൽ രീതിയിൽ ഇൻഡയറക്റ്റ് ആയിട്ട് അതിൻ്റെ ആൻസർ ഡെഫിനിഷൻ പറഞ്ഞുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് ആ ടേം പറയേണ്ട രീതിയിലും ക്വസ്റ്റ്യൻ വരാം. ഇവിടെ മൊബിലിറ്റി എന്ന് ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല, പക്ഷേ ആൻസർ എന്ന് പറയുന്നത് മൊബിലിറ്റി ആണ്. മൊബിലിറ്റി എന്ന് മാത്രം പറഞ്ഞിട്ട് നമുക്കിത് ആൻസർ ചെയ്യാം, അല്ലെങ്കിൽ മൊബിലിറ്റിയുടെ ഇക്വേഷൻ ഇ ടോ ബൈ എം എന്നുള്ള എക്സ്പ്രഷൻ കൊടുത്തുകൊണ്ടും നമുക്കത് റെപ്രസെൻറ്റ് ചെയ്യാം. ക്ലിയർ? സോ ആൻസർ ഈസ് മൊബിലിറ്റി. ഇനി 12th ക്വസ്റ്റ്യൻ നോക്കൂ. ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് എ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ബിക്കംസ് പാരാമാഗ്നറ്റിക്. ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ പാരാമാഗ്നറ്റിക് ബിഹേവിയറിലേക്ക് മാറുന്ന ആ ടെമ്പറേച്ചർ, അത് ടെമ്പറേച്ചറിൻ്റെ ഒരു ലിമിറ്റ് ഉണ്ടല്ലേ? അതെന്താണ്? ക്യൂറി ടെമ്പറേച്ചറാണ് അല്ലേ? ക്യൂറി ടെമ്പറേച്ചറാണ് നമ്മളുടെ ആൻസർ. അതായത് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ അത് ഒരു പോയിന്റിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ മാഗ്നറ്റിക് ബിഹേവിയർ ഡിക്രീസ് ആയി അത് പാരാമാഗ്നറ്റിക്കിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ട്രാൻസിഷൻ സംഭവിക്കുന്ന ആ ഒരു ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, നമുക്കൊരിക്കലും ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്നൊന്നും അതിനെ വിളിക്കാൻ പറ്റില്ല, അതിനൊരു പേരുണ്ട്, അത് ക്യൂറി ടെമ്പറേച്ചർ എന്നാണ്. സോ ക്യൂറി ടെമ്പറേച്ചർ ഒന്ന് പഠിച്ചു വെക്കാം, നമുക്കത് ആവശ്യം വരുന്ന അല്ലെങ്കിൽ ഫ്രീക്വൻ്റ് ആയി ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ തന്നെയാണ് ക്യൂറി ടെമ്പറേച്ചർ. ഓക്കെ, സോ 13th one, ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് മേക്ക് യൂസ് ഓഫ് ദ ഫിനോമിനൻ ഓഫ്. ഒപ്റ്റിക്കൽ ഫൈബറിൽ നടക്കുന്ന ആ ഒപ്റ്റിക്കൽ ഫിനോമിനൻ എന്താണ്? നമുക്കറിയാം, അത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണല്ലേ? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ്റെ ഒരു അപ്ലിക്കേഷനാണ് നമുക്ക് ഒപ്റ്റിക്കൽ ഫൈബറിനകത്ത് വരുന്നത്. സോ ഇറ്റ് ഈസ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ഓക്കെ, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ പഠിച്ചു വെക്കുക. അതും ഡെഫിനിഷനായിട്ട് 2 മാർക്ക് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ രീതിയിലുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്കത് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 13 ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തു. ഇതെല്ലാം 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിരുന്നു, എല്ലാം വളരെ ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലേ? ഇനി നമുക്ക് അടുത്ത സെഷനിലേക്ക് പോവാം. പാർട്ട് 2, അതിൽ സെക്ഷൻ എ, ആൻസർ എനി 2 ക്വസ്റ്റ്യൻസ് ഫ്രം 14 to 17 ഈച്ച് ക്യാരീസ് 2 സ്കോർസ്. അപ്പോൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്, നമുക്ക് നോക്കാം. 14th ക്വസ്റ്റ്യൻ, ഡ്രോ ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വേവ് ഫോം ഓഫ് എ ഹാഫ് വേവ് റെക്ടിഫയർ. ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരച്ച് പഠിക്കേണ്ടതാണ്. ഇവിടെ നമുക്ക് 2 മാർക്കിന് അതിൻ്റെ വേവ് ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്, അതിൻ്റെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വേവ് ഫോം. അപ്പോൾ ഇൻപുട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ കൊടുക്കുന്ന AC എന്ന് പറയുന്നത് അല്ലേ, AC വോൾട്ടേജിനെ അല്ലെങ്കിൽ AC കറണ്ടിനെ DC യിലേക്ക് മാറ്റുന്നതാണ് ഒരു റെക്ടിഫയറിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന AC ആണെങ്കിൽ അത് ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഇൻപുട്ട് വേവ് ഫോം വരുന്നത് അല്ലേ? അപ്പോൾ ദിസ് ഈസ് ഇൻപുട്ട്. ഇനി അതിൻ്റെ ഔട്ട്പുട്ടിലേക്ക് വരുമ്പോൾ നോക്കൂ, എന്ത് സംഭവിക്കും? പോസിറ്റീവ് ഹാഫ് സൈക്കിൾസ് മാത്രമായിരിക്കും നമുക്ക് അവിടെ ഔട്ട്പുട്ട് കിട്ടുന്നത്. ഹാഫ് വേവ് ആണ്, ശ്രദ്ധിക്കുക, ഫുൾ വേവ് അല്ല. ഹാഫ് വേവ് ആയിരിക്കുമ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾസ് മാത്രമാണ് നമുക്കൊരു ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇങ്ങനെയായിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൻ്റെ വേവ് ഫോം കിട്ടുന്നത്. അപ്പോൾ ഈ വേവ് ഫോംസ് വരച്ച് പഠിക്കുക, അത് ഹാഫ് വേവിൻ്റെയും അതേപോലെ ഫുൾ വേവിൻ്റെയും വരച്ച് പഠിക്കുക നമുക്ക് ആവശ്യമുണ്ട്. രണ്ടിൻ്റെയും സർക്യൂട്ട് ഡയഗ്രംസും വരച്ച് പഠിക്കാം. അത് എല്ലാ തവണയും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് റെക്ടിഫയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ 2 വേവ് ഫോം വരയ്ക്കുന്നതിനാണ് നമുക്ക് 2 മാർക്ക് വരുന്നത്. ഈസി ആയിട്ട് നമുക്കത് സ്കോർ ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് മാലൂസ് ലോ. മാലൂസ് ലോ എന്താ പറയുന്നത്?
പോളറൈസ്ഡ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയെ കുറിച്ച് പറഞ്ഞ ലോ ആണല്ലേ. ഇൻറ്റൻസിറ്റി ഓഫ് പോളറൈസ്ഡ് ലൈറ്റ് അല്ലെങ്കിൽ ഒരു പോളറൈസ്ഡ് ലൈറ്റ് ഒരു അനലൈസറിലേക്ക് എത്തുമ്പോൾ ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ് ഒരു പോളറൈസറിൽ എൻ്റർ ചെയ്യുമ്പോൾ ആ ഔട്ട്പുട്ടായിട്ട് വരുന്ന അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ലൈറ്റ് വേവ് എന്ന് പറയുന്നത് പോളറൈസ്ഡ് ആയിരിക്കും. അതായത് ഒരേ പ്ലെയിനിൽ മാത്രം വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫോമിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. പോളറൈസ്ഡ് ലൈറ്റായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. അത് ഒരു അനലൈസറിൽ പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ ആംഗിളിൽ അനലൈസറും ഈ വരുന്ന ലൈറ്റിൻ്റെ പ്ലെയിനും തമ്മിലുള്ള ഒരു ആംഗിൾ തീറ്റ വരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു വേരിയേഷൻ അതിൻ്റെ ഇൻറ്റൻസിറ്റിയിൽ വരും. അതായത് അതിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ I ഈസ് ഈക്വൽ ടു I0 cos സ്ക്വയർ ഫൈ എന്നാണ്. കോസ് സ്ക്വയർ ഫൈ അല്ലെങ്കിൽ കോസ് സ്ക്വയർ തീറ്റ. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ കോസ് സ്ക്വയർ തീറ്റയും കൊടുക്കാം, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ മാലൂസ് ലോ പറയുന്നത് എന്താണ്? ഇൻറ്റൻസിറ്റി ഓഫ് എ പോളറൈസ്ഡ് ലൈറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് കൊസൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ പോളറൈസർ ആൻഡ് അനലൈസർ. പോളറൈസറിൽ നിന്ന് വരുന്ന ലൈറ്റിൻ്റെ പ്ലെയിനും അനലൈസറിൻ്റെ പ്ലെയിനും തമ്മിലുള്ള ആംഗിൾ തീറ്റയാണെങ്കിൽ അതിൻ്റെ കോസ് സ്ക്വയറിന് പ്രപ്പോർഷണൽ ആയിരിക്കും. അതായത് ലോ പറയുന്നത് I എന്ന് പറയുന്നത് പ്രപ്പോർഷണൽ ടു കോസ് സ്ക്വയർ തീറ്റ എന്നാണ്. ആ തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ പോളറൈസർ ആൻഡ് പ്ലെയിൻ ഓഫ് അനലൈസർ ആണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് പഠിച്ചു വയ്ക്കുക. മാലൂസ് ലോ നമുക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. 2 മാർക്കിന് സ്ഥിരമായി ചോദ്യം വരാറുള്ള ഒരു ഏരിയ തന്നെയാണ് മാലൂസ് ലോ. ഓക്കെ, അതിൻ്റെ ഇക്വേഷനൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കാം. റൈറ്റ്, ഇനി വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് ഡിപ്പ് അല്ലെങ്കിൽ ഇൻക്ലിനേഷൻ നമ്മൾ പഠിക്കുന്നത് എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യനാണ്. എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൽ അതിൻ്റെ എർത്തിൻ്റെ മാഗ്നറ്റിക് മെറിഡിയനും ഹൊറിസോണ്ടലും തമ്മിലുള്ള ആംഗിൾ അല്ലേ. അതായത് നമ്മൾ എർത്തിനെ നമ്മളിങ്ങനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മാഗ്നറ്റിക് മെറിഡിയൻ നമ്മളിങ്ങനെ പറയും. അതിന് നമ്മളുടെ ഹൊറിസോണ്ടലുമായിട്ട് അത് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് നമുക്ക് ആംഗിൾ ഓഫ് ഡിപ്പ് അല്ലെങ്കിൽ ഇൻക്ലിനേഷൻ നമ്മൾ പറയുന്നത്. ഓക്കെ, ഈ ആംഗിളിനെയാണ് നമ്മൾ ഡിപ്പ് എന്ന് വിളിക്കുന്നത്. സോ ആംഗിൾ ബിറ്റ്വീൻ ദ മാഗ്നറ്റിക് മെറിഡിയൻ ആൻഡ് ഹൊറിസോണ്ടൽ ഓഫ് ദ എർത്ത്. റൈറ്റ്, എർത്തിൻ്റെ മാഗ്നറ്റിസം ഡിസ്കസ് ചെയ്യുന്ന ആ ഒരു ടോപ്പിക്ക് പഠിച്ചു വയ്ക്കാൻ നമുക്ക് അവിടെ നിന്ന് ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ സ്ഥിരമായി ചോദിക്കുന്നതാണ്. അപ്പോൾ അതൊന്ന് പഠിച്ചു വയ്ക്കാം. ക്ലിയർ? ദെൻ എ ലൈറ്റ് ബൾബ് ഈസ് റേറ്റഡ് അറ്റ് 100 വാട്ട് ഫോർ എ 220 വോൾട്ട് സപ്ലൈ. ഫൈൻഡ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ ബൾബ്. ഒരു ചെറിയ ന്യൂമറിക്കൽ പ്രോബ്ലം ആണല്ലേ. നമുക്ക് എന്തുണ്ട്? എ ലൈറ്റ് ബൾബ് ഈസ് റേറ്റഡ് അറ്റ് 100 വാട്ട് എന്ന് പറയുമ്പോൾ പവറാണ് നമുക്ക് വാട്ട് എന്ന് പറഞ്ഞുകൊണ്ട് തരുന്നത്. അതായത് 100 വാട്ട് എന്ന് പറയുന്നത് ആ ബൾബിൻ്റെ പവറാണ്. ആൻഡ് വോൾട്ടേജ് V ഈസ് ഈക്വൽ ടു 220 വോൾട്ട് ഈസ് ഓൾസോ ഗിവൺ. ഫൈൻഡ് ദ റെസിസ്റ്റൻസ്. അപ്പോൾ പവറിനെയും വോൾട്ടേജിനെയും റെസിസ്റ്ററിനെയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്തായിരുന്നു? പവർ P ഈസ് ഈക്വൽ ടു V സ്ക്വയർ ബൈ R. അങ്ങനെ ഒരു ഇക്വേഷൻ നമുക്കുണ്ട്. എന്ന് പറയുമ്പോൾ R ഈസ് ഈക്വൽ ടു V സ്ക്വയർ ഡിവൈഡ് ബൈ P കൊടുത്താൽ പോരെ. ഇപ്പോൾ വോൾട്ടേജ് നമുക്കുണ്ട്. വോൾട്ടേജ് എന്താണ്? 220 അല്ലേ. സോ ഇത് എന്ത് സംഭവിക്കും? 220 ഇൻറ്റു 220 ഡിവൈഡ് ബൈ 100. സോ 2 zeros നമുക്ക് ക്യാൻസൽ ചെയ്യാം. 22 ഇൻറ്റു 22 484 അല്ലേ. സോ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് R ഈസ് ഈക്വൽ ടു 484 ഓം ആണ്. നോക്കൂ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ജസ്റ്റ് പവറിൻ്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കാമെന്ന് മാത്രമേ വേണ്ടൂ. പവറിൻ്റെ ഇക്വേഷൻ എന്ത് വേണം? നമുക്ക് I സ്ക്വയർ R എന്നൊരു ഇക്വേഷൻ ഉണ്ട്. V ഇൻറ്റു I ഒരു ഇക്വേഷൻ ഉണ്ട്. നമുക്ക് V സ്ക്വയർ ബൈ R എന്ന് പറയുന്ന ഇക്വേഷനാണ് ഏറ്റവും എളുപ്പത്തിൽ ഇപ്പോൾ തന്നിരിക്കുന്ന ടേംസ് വെച്ചിട്ട് അത് സോൾവ് ചെയ്യാനുള്ള മെത്തേഡിലേക്ക് നമ്മളെ ലീഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് പഠിച്ചു വയ്ക്കുക. അത്തരം ഇക്വേഷൻസ് ഒക്കെ ശ്രദ്ധിക്കുക. നമുക്ക് വരുന്ന ന്യൂമറിക്കൽ ക്വസ്റ്റൻസ് എല്ലാം വളരെ ഈസി ക്വസ്റ്റൻസ് ആയിരിക്കും. അത് ഈസിയായി സോൾവ് ചെയ്യാം. അപ്പോൾ ധൈര്യമായിട്ട് അത് അപ്രോച്ച് ചെയ്യുക. ധൈര്യമായിട്ട് നമ്മളത് സോൾവ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റൻസ് ആയിരുന്നു. അപ്പോൾ ആ 17th ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ദെൻ സെക്ഷൻ ബിയിലേക്ക് വരുമ്പോൾ നോക്കുക. എനി 2 ക്വസ്റ്റ്യൻസ് ഫ്രം 18 to 20 ഈച്ച് ക്യാരീസ് 2 scores. അഗെയിൻ 2 മാർക്കിൻ്റെ സെക്ഷൻ തന്നെയാണ്. അതായത് 18 to 20 ഒരു 3 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇൻഫ്രാറെഡ് വേവ്സ് ആർ ഓൾസോ റെഫേർഡ് ടു ആസ് ഹീറ്റ് വേവ്സ്. വൈ? അപ്പോൾ ഇൻഫ്രാറെഡ് വേവ്സ് എന്ന് പറയുമ്പോൾ അതായത് നമ്മളുടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പഠിക്കുമ്പോൾ, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം പഠിക്കുമ്പോൾ അതിൽ ഇൻഫ്രാറെഡ് വേവ്സിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? അതിന് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട് അല്ലേ. ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ആർ capable to produce heat എന്ന് മാത്രമല്ല, ഇൻഫ്രാറെഡ് റേസ് അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് റേഡിയേഷൻസ്
പ്രൊഡ്യൂസസ് ഹീറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ആൻസറിലേക്ക് എത്താൻ സാധിക്കും. വൈ എന്ന് പറഞ്ഞാൽ അങ്ങനെ വിളിക്കുക, ഹീറ്റ് വേവ്സ് എന്ന് വിളിക്കാനുള്ള റീസൺ ആണ് ചോദിക്കുന്നത്. ആ റീസൺ വൈ, ആ റീസൺ എന്ന് പറയുന്നത് ഇൻഫ്രാറെഡ് റേഡിയേഷൻ അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് വേവ്സിന് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. ദേ ആർ ഏബിൾ ടു പ്രൊഡ്യൂസ് ഹീറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അത് ഏത് രീതിയിൽ മെൻഷൻ ചെയ്തുകൊണ്ടും നമുക്ക് ആ ആൻസർ കംപ്ലീറ്റ് ചെയ്യാം. 2 മാർക്ക് നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ, ഡിസ്ക്രിപ്റ്റീവാണ് നമ്മൾ എഴുതേണ്ട ആൻസർ. അത് സിംപ്ലി ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ആർ കേപ്പബിൾ ടു പ്രൊഡ്യൂസ് ഹീറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അതിൻ്റെ ആൻസർ കൊടുക്കാം. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഹീറ്റ് വേവ്സ് എന്ന് വിളിക്കുന്നത്. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. ഇനി 19th ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് എ സോളിനോയിഡ്? എന്താണ് ഒരു സോളിനോയിഡ് എന്ന് പറയുന്നത്? നമുക്കറിയാം, ഒരു കണ്ടക്ടർ അല്ലെങ്കിൽ ഒരു കണ്ടക്റ്റിംഗ് വയറിനെ നമ്മൾ ഒരു ഹെലിക്സിൻ്റെ ഷേപ്പിൽ വൗണ്ട് ചെയ്തെടുക്കുന്ന ഒരു ലോങ് അറേഞ്ച്മെൻ്റ് ആണ് സോളിനോയിഡ് എന്ന് പറയുന്നത്. സോളിനോയിഡിൻ്റെ കണ്ടീഷൻ പറയുമ്പോൾ സോളിനോയിഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് അതിൻ്റെ ആ സിലിണ്ടറിക്കൽ ഷേപ്പിൻ്റെ ഡയമീറ്ററിനേക്കാളും ഗ്രേറ്റർ ആവണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ സോളിനോയിഡ് ഈസ് എ അറേഞ്ച്മെൻറ്റ് ഓഫ് എ വയർ വിച്ച് ഈസ് ക്ലോസ്ലി വൗണ്ട് ഇൻ ദ ഫോം ഓഫ് എ ഹെലിക്സ്, അല്ലെങ്കിൽ ഇൻ ദ ഫോം ഓഫ് ഇൻ ദ ഷേപ്പ് ഓഫ് എ സിലിണ്ടർ എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, ഇൻ ദ ഫോം ഓഫ് ഹെലിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കത് എക്സ്പ്രസ് ചെയ്യാം. അതിന് 1 മാർക്കായിരിക്കും ഇവിടെ പറയുന്നത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. റൈറ്റ് ഡൗൺ ദ ഇക്വേഷൻ ഫോർ മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് എ സോളിനോയിഡ്. മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് എ സോളിനോയിഡ്, അതായത് മാഗ്നറ്റിക് ഫീൽഡ് B ഈസ് ഈക്വൽ ടു μ0 Ni എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്, പഠിച്ചു വയ്ക്കുക. നമുക്ക് ആംബിയർ സർക്യൂട്ടൽ ലോൻ്റെ അപ്ലിക്കേഷനിലായിട്ട് നമ്മൾ എന്ത് പഠിക്കുന്നുണ്ട്? സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡൊക്കെ പഠിക്കുന്നുണ്ട്. ഓക്കെ, അവിടെ നിന്ന് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അത് ഡിറൈവ് ചെയ്യാൻ വന്നിട്ടില്ല, നമുക്ക് ഇപ്പോൾ ഡയറക്റ്റ് ആ എക്സ്പ്രഷൻ മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, സോളിനോയിഡിൻ്റെ കേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഈ പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് കാണുന്ന കേസാണെങ്കിലും ഇനി സെൽഫ് ഇൻഡക്ഷനിലും മ്യൂച്വൽ ഇൻഡക്ഷനിലും വരുന്ന സോളിനോയിഡിൻ്റെ എക്സ്പ്രഷൻസ് ആണെങ്കിലും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോളിനോയിഡുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കേസസും നല്ല രീതിയിൽ പഠിച്ചു വയ്ക്കാം. നമുക്ക് അതിനകത്ത് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും വരും. ഓക്കെ, ഇവിടെ നമുക്ക് ജസ്റ്റ് ആ എക്സ്പ്രഷൻ മാത്രം കൊടുത്താൽ മതി. ഓക്കെ, ദെൻ 20th ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ എർത്തിങ്. എർത്തിങ് അല്ല, എന്താണെന്ന് നമ്മൾ ചെറിയ ക്ലാസ്സിലെ 10th പഠിക്കുന്നത് തന്നെയാണ്. എർത്തിങ് എന്ന് പറയുന്നത് ഷെയറിങ് ഓഫ് എക്സസ് ചാർജ് വിത്ത് ദ എർത്ത്. അത്രയേ ഉള്ളൂ. ഒരു അപ്ലയൻസിൽ ഒരു സർക്യൂട്ടിൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഒരു നമ്മുടെ വീട്ടിലാണെങ്കിൽ ഡൊമസ്റ്റിക് സർക്യൂട്ട് അല്ലേ, അതിനകത്ത് ഉണ്ടാകുന്ന ഹൗസ് ഹോൾഡ് സർക്യൂട്ട്, അതിനകത്ത് ഉണ്ടാകുന്ന എക്സസ് ചാർജ്, ലീക്കേജ് വഴിയൊക്കെ ഉണ്ടാകുന്ന എക്സസ് ചാർജ് എന്ന് പറയുന്നത് എർത്തുമായിട്ട് ഷെയർ ചെയ്തുകൊണ്ട് ഒരു ആക്സിഡൻറ്റിനെ ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എർത്തിങ് എന്ന് പറയുന്നത്. സോ എർത്തിങ് ഈസ് നത്തിങ് ബട്ട് ദ ഷെയറിങ് ഓഫ് എക്സസ് ചാർജ് വിത്ത് എർത്ത്. അത്രേ പറയണ്ടു. ഷെയറിങ് ഓഫ് എക്സസ് ചാർജസ് വിത്ത് ദി എർത്ത് എന്ന ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് ആ ആൻസർ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അത്രയും നമുക്ക് എർത്തിങ് എന്താണെന്ന് പറയാനായിട്ട് ആവശ്യമുള്ളൂ. നമുക്ക് സയൻസ് പേപ്പേഴ്സാണ് നമുക്ക് എന്താണ് എർത്തിങ് എന്ന് പറയാൻ നമ്മൾ ഒരുപാട് വലിച്ചു നീട്ടി പറയേണ്ട ആവശ്യമില്ല. നമുക്ക് കൃത്യമായിട്ട് അത് എന്താണ് കാര്യം, ആ പോയിന്റ് മാത്രം പറഞ്ഞാൽ നമുക്ക് ആ മാർക്ക് കിട്ടും. സോ ഏറ്റവും കൃത്യമായിട്ട് തന്നെ അതിൻ്റെ ആൻസർ എപ്പോഴും ഡെലിവർ ചെയ്യാൻ ശ്രമിക്കാം. ക്ലിയർ? അപ്പോൾ 20th ക്വസ്റ്റ്യൻ നമ്മുടെ കഴിഞ്ഞു. Then part 3, answer any 3 questions from 21 to 24. Each carries 3 scores. 3 മാർക്ക് വീതം വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് 21st ക്വസ്റ്റ്യൻ നോക്കൂ. 21ാമത്തെ ക്വസ്റ്റ്യൻ. റൈറ്റ് ഡൗൺ എനി 3 പ്രോപ്പർട്ടീസ് ഓഫ് an equipotential surface. ഈക്വിപൊട്ടൻഷ്യൽ സർഫസ് ഒരു ഷുവറായും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ഡെഫിനിഷൻ മാത്രം നമുക്ക് 1 മാർക്കും ചോദിക്കാറുണ്ട്. ഇവിടെ നമുക്ക് 3 പ്രോപ്പർട്ടി പറയണം, അതുകൊണ്ട് 3 മാർക്ക് നമുക്ക് വെയിറ്റേജ് വരുന്നുണ്ട്. എന്തായിരിക്കും ആദ്യത്തെ പ്രോപ്പർട്ടി? ഈക്വിപൊട്ടൻഷ്യൽ സർഫസ് ഹാവിങ് ഈക്വൽ പൊട്ടൻഷ്യൽ അറ്റ് എവറി പോയിന്റ്. അതായത് ആ സർഫസിൽ എല്ലായിടത്തും അതിന് ഒരേ പൊട്ടൻഷ്യൽ വാല്യൂ ആയിരിക്കും അല്ലേ, അത് ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ്. അതേപോലെ ഈക്വിപൊട്ടൻഷ്യൽ സർഫസ് ഓഫ് എ പോയിന്റ് ചാർജ് ഈസ് സ്പെറിക്കൽ കോൺസെൻട്രിക് സർഫസസ്. അതായത് ഒരു പോയിന്റ് ചാർജാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിന് ചുറ്റിലും വരുന്ന നമ്മുടെ ഈക്വിപൊട്ടൻഷ്യൽ സർഫസ് കൺസിഡർ ചെയ്യുമ്പോൾ അത് കോൺസെൻട്രിക് സർക്കിൾസിൻ്റെ ഷേപ്പിലായിരിക്കും നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കുക. ഇതേപോലെ ഓക്കെ. അപ്പോൾ ഈക്വിപൊട്ടൻഷ്യൽ സർഫസിനെ കുറിച്ച് പറയുമ്പോൾ 3ാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് നോർമൽ ടു ദ ഇലക്ട്രിക് ഫീൽഡ്. ഈക്വിപൊട്ടൻഷ്യൽ സർഫസ് ഈസ് നോർമൽ ടു ദ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ അങ്ങനെ 3 പോയിന്റ്സ് നമുക്ക് പറയാൻ സാധിക്കും. ഏതെങ്കിലും 3 പോയിന്റ്സ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ഓരോ മാർക്ക് വെച്ച് നമുക്ക് 3 മാർക്ക് കിട്ടും. ഓക്കെ, ഈക്വിപൊട്ടൻഷ്യൽ സർഫസ് നമുക്ക് ഷുവറായിട്ടും ചോദിക്കുന്ന 1 മാർക്കിനോ 2 മാർക്കിനോ 3 മാർക്കിനോ ഒക്കെ വരാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് നമ്മളുടെ 2nd ചാപ്റ്റർ അല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. SI യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഈസ്, നമുക്കറിയാം റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഓം ആണ് നമുക്ക് SI യൂണിറ്റ് വരിക. സോ ഇറ്റ് ഈസ് ഓം. അതിൻ്റെ സിമ്പിൾ നമുക്ക് അറിയാം അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഒബ്റ്റെയിൻ ദ ഇക്വലന്റ് വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് വെൻ 2 റെസിസ്റ്റേഴ്സ് R1 ആൻഡ് R2 ആർ കണക്റ്റഡ് ഇൻ സീരീസ്. 2 റെസിസ്റ്റേഴ്സിനെ സീരീസായി കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഈക്വൽ റെസിസ്റ്റൻസിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യണം. സ്മോൾ ഡെറിവേഷൻ അല്ലേ. എങ്ങനെയായിരുന്നു നമ്മൾ 2 റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുമ്പോൾ? R1
ആൻഡ് R2. ഓക്കെ, ദിസ് ഈസ് R1, ദിസ് ഈസ് R2. ഇപ്പോൾ ഇതിലൊരു കറണ്ട് I ഫ്ലോ ചെയ്യുന്നതായിരിക്കും. ഇവിടെ വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്ങനെയാണ് വരിക? R1ഉം R2നും V1 ആൻഡ് V2 ആയിട്ടായിരിക്കും വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ എങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യാം? നോക്കൂ, V1 ഈസ് ഈക്വൽ ടു IR അല്ലേ. അപ്പോൾ I ഇൻറ്റു R1. അതേപോലെ V2 എന്ന് പറയുന്നത് I ഇൻറ്റു R2 ആയിരിക്കും. ഇനി നമ്മൾ ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്, ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് V അല്ലേ. സോ V ഈസ് ഈക്വൽ ടു V1 പ്ലസ് V2 അല്ലേ. ദിസ് ഈസ് ഈക്വൽ ടു I ഇൻറ്റു R1 പ്ലസ് I ഇൻറ്റു R2, വേർ വി ക്യാൻ റീപ്ലേസ് V ആസ് I ഇൻറ്റു R അല്ലേ. ടോട്ടൽ കറണ്ട് ഇൻറ്റു ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് IR. IR ഈസ് ഈക്വൽ ടു IR1 പ്ലസ് IR2. ദാറ്റ് മീൻസ് R ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2. R ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2 എന്ന ഇക്വേഷൻ നമുക്ക് വളരെ എളുപ്പത്തിൽ അറിയുന്നതായിരിക്കും. പക്ഷേ അത് ഈ രീതിയിൽ അതിൻ്റെ ഫിഗർ വരച്ച് ഡിറൈവ് ചെയ്ത് ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ആണ്. അതുകൊണ്ട് അത് ഡിറൈവ് ചെയ്തെടുത്ത് നമ്മൾ കാണിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ അതിനൊരു 2 മാർക്ക് നമുക്ക് കിട്ടും. യൂണിറ്റ് പറഞ്ഞതിന് 1 മാർക്ക് ഉണ്ട്. സോ അത് 3 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. ഇതൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ എല്ലാ പ്രാവശ്യവും പഠിക്കുന്ന, എല്ലാ പ്രാവശ്യം നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റനൊക്കെയാണ്. സോ ഈസി ആയിട്ട് നന്നായിട്ട് പഠിച്ച് അത് എഴുതി വയ്ക്കാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റൻ നോക്കാം. 23ാമത്തെ ക്വസ്റ്റ്യൻ, ദ ആംഗിൾ ബിറ്റ്വീൻ മാഗ്നറ്റിക് മെറിഡിയൻ ആൻഡ് ജിയോഗ്രഫിക് മെറിഡിയൻ. നമ്മൾ നേരത്തെ പറയേണ്ട ആംഗിൾ ബിറ്റ്വീൻ മാഗ്നറ്റിക് മെറിഡിയൻ ആൻഡ് ഹൊറിസോണ്ടൽ അത് ഡിപ്പ് അല്ലെങ്കിൽ ഇൻക്ലിനേഷൻ ആയിരുന്നു. ഇവിടെ ആംഗിൾ ബിറ്റ്വീൻ മാഗ്നറ്റിക് മെറിഡിയൻ ആൻഡ് ജിയോഗ്രഫിക് മെറിഡിയൻ ആണ്. എർത്ത് മാഗ്നറ്റിസം തന്നെ വീണ്ടും വരുന്നു. അതെന്താണ്? ഡിക്ലിനേഷൻ ആണല്ലേ. അപ്പോൾ ഡിക്ലിനേഷൻ എൻ്റെ ആൻസർ വരും. ആൻഡ് ദ ഡിക്ലിനേഷൻ ഈസ്, അപ്പോൾ ഈ ഡിക്ലിനേഷൻ ആണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. ഓക്കെ, ഇവിടെ ഡിക്ലിനേഷൻ ആണ് വരുന്നത്. ഡിക്ലിനേഷൻ ഈസ് എന്താണ്? ഹയർ സ്മോളർ അറ്റ് ഹയർ ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ഹയർ സ്മോളർ നിയർ ഇക്വേറ്റർ. അപ്പോൾ ആദ്യത്തെ കേസിലിത് ഹയർ ആയിരിക്കും, രണ്ടാമത്തെ കേസിലിത് സ്മോളർ ആയിരിക്കും. ഓക്കെ, അതായത് ഡിക്ലിനേഷൻ എന്ന് പറയുന്നത് ഹയർ ആൾട്ടിറ്റ്യൂഡ്, ഹയർ ലാറ്റിറ്റ്യൂഡിലേക്ക് പോകുമ്പോൾ, ഓക്കെ, ഹയർ ലാറ്റിറ്റ്യൂഡിലേക്ക് പോകുമ്പോൾ ഹയർ ആയിരിക്കും. അതേപോലെ ഇക്വറ്റോറിലേക്ക് വരുമ്പോൾ അത് സ്മോളർ ആയിരിക്കും. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. റൈറ്റ്. ഇനി 24ാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് F is equal to 0.5 meter for a glass lens, what is the power of the lens? പവർ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, അതും ഒരു നമുക്ക് ആദ്യം ഇത് ആൻസർ ചെയ്യാം. അതായത് ഫോക്കൽ ലെങ്ത് 0.5 ആണെങ്കിൽ പവർ എന്താണ്? പവർ P ഈസ് ഈക്വൽ ടു 1/f അല്ലേ. സോ ഈസ് ഈക്വൽ ടു 1/0.5. ദാറ്റ് മീൻസ് 2 ഡയോപ്റ്റർ ആണ് അതിൻ്റെ ആൻസർ വരിക അല്ലേ. അത് എളുപ്പമാണ്, 2 ഡയോപ്റ്റർ ആണ് നമുക്ക് ആൻസർ വരിക. അപ്പോൾ അതൊക്കെ 1 മാർക്ക് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, ദ റേഡിയോ ഓഫ് കർവേച്ചർ ഓഫ് ദ ഫേസസ് ഓഫ് എ ഡബിൾ കോൺവെക്സ് ലെൻസ് are 10 cm and 15 cm. Its focal length is 12 cm. What is the refractive index of glass? Refractive index കണ്ടുപിടിക്കണം. അപ്പോൾ ലെൻസിൻ്റെ റേഡിയസ് വന്നിരിക്കുന്നു, ഫോക്കൽ ലെങ്ത് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫോർമുല എന്താണ്? ലെൻസ് മേക്കേഴ്സ് ഫോർമുലയാണ്. അതായത് ലെൻസ് മേക്കേഴ്സ് ഫോർമുല നമ്മൾ എന്താ പഠിക്കുന്നത്? 1/f ഈസ് ഈക്വൽ ടു N2/N1 ആണ് ഫോർമുലയിൽ പഠിക്കുക. അത് എയറിൻ്റെ കേസിലേക്ക് വരുമ്പോൾ N1 1 ആയതുകൊണ്ട് N മാത്രം മതി. ഓക്കെ, അപ്പോൾ N-1 ഇൻറ്റു 1/R1 മൈനസ് 1/R2 ഇതല്ലേ നമ്മുടെ ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ഇതിനകത്ത് നിന്ന് N-ൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് വരും? 1/, ഫോക്കൽ ലെങ്ത് 12 ആണ്. 12 ഈസ് ഈക്വൽ ടു N-ൻ്റെ വാല്യൂ നമുക്കറിയില്ല, N-1 ഇൻറ്റു 1/R1 എന്ന് പറയുമ്പോൾ നമുക്ക് 10 and 15 അല്ലേ. അപ്പോൾ 1/10 മൈനസ് ഓഫ്, നമുക്കറിയാം R1 പോസിറ്റീവ് ആണെങ്കിൽ R2 നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ മൈനസ് ഓഫ് 1/-15 വരും. ദാറ്റ് മീൻസ് നമുക്ക് അവിടെ പ്ലസ് ഇടാം. അപ്പോൾ പ്ലസ് 1/15 വരും. ഓക്കെ, ഇതെങ്ങനെ സോൾവ് ചെയ്യാം? നമുക്ക് ഈ ബ്രാക്കറ്റിനകത്തുള്ള 1/10 പ്ലസ് 1/15 നമ്മളൊന്ന് സോൾവ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, സോ 1/12 ഈസ് ഈക്വൽ ടു N-1 ഇൻറ്റു 1/10 1/15 എന്ന് പറയുമ്പോൾ 5/30 വരും. അതായത് 1/6 വരും ഇവിടെ. ഓക്കെ, 1/6 ആണ് നമുക്കത് വർക്കൗട്ട് ചെയ്യാൻ കിട്ടുന്നത്. അപ്പോൾ ഈ 6 നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ, ഓക്കെ, ഈ 6 ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരുമ്പോൾ അത് 6/12 വരും. ദാറ്റ് മീൻസ് 6/12 ഈസ് ഈക്വൽ ടു N-1. 6/12 എന്ന് പറയുന്നത് എന്താണ്? 1/2 ആണ്. 1/2 ഈസ് ഈക്വൽ ടു N-1. സോ
n is equal to 1/2 plus 1, that means 1.5 or 3/2 or 1.5. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് 1.5 ആണ് നമുക്ക് ആൻസർ കിട്ടുക. നമുക്കറിയാം ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ആണ്. അത് ഓൾറെഡി നമുക്ക് അറിയുന്ന ഒരു ഡാറ്റയാണ്. അത് ഓർമ്മയിൽ ഉണ്ടാവണം. ഇവിടെ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് വളരെ ഡിഫറൻ്റ് ആയിട്ട് വാല്യൂ കിട്ടരുത്. 1.5 തന്നെ കിട്ടണം. കാരണം ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓൾറെഡി ഒരു ഫിക്സ്ഡ് വാല്യൂ ആണ്. ഓക്കെ, സോ ഫോർമുല പഠിച്ച് വെക്കുക. ലെൻസ് മേക്കേഴ്സ് ഫോർമുല അപ്ലൈ ചെയ്യേണ്ട ഒരു ബേസിക് ക്വസ്റ്റിനാണ് വന്നത്. സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ആ ഫോർമുലയിലേക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ n2/n1 എന്നുള്ള ഇക്വേഷൻ പഠിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഇവിടെ n1 എന്ന് പറയുന്നത് ഗ്ലാസിന് പുറത്തുള്ള മീഡിയമാണ്. അത് നോർമൽ കേസിൽ എയർ ആയിരിക്കും. എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 1 ആണ്. അതുകൊണ്ട് n2/1 എടുക്കുമ്പോൾ n2 തന്നെ കിട്ടും. ആ n2 ആണ് നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അതർവൈസ് നമുക്ക് ആ കേസ് ഡയറക്റ്റ് നമുക്ക് n എന്ന് കൊടുത്തുകൊണ്ട് തന്നെ എഴുതി പോവാം. ഓക്കെ, അപ്പോൾ ഫോർമുലയിലേക്ക് ആ ഡാറ്റ അപ്ലൈ ചെയ്തു ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. കൃത്യമായി നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടെന്ന്. ക്ലിയർ? ദെൻ അടുത്ത സെക്ഷൻ, ആൻസർ എനി 3 questions from 25 to 27 each carries 3 scores. ഓക്കെ, 3 മാർക്കിൻ്റെ അടുത്ത സെക്ഷൻ നമുക്ക് നോക്കാം. 25ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഡ്രോ ദ എനർജി ലെവൽ ഡയഗ്രാം ഫോർ ഹൈഡ്രജൻ ആറ്റം ആൻഡ് മാർക്ക് ദ ട്രാൻസിഷൻ കറസ്പോണ്ടിങ് ടു ബാൽമർ സീരീസ്. ലൈമൻ, ബാൽമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്, 5 സ്പെക്ട്രൽ സീരീസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അതിനകത്ത് സെക്കൻഡ് വൺ ആയിരുന്നു ബാൽമർ സീരീസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നെയിം ദ സ്പെക്ട്രൽ സീരീസ് വിച്ച് ലൈസ് ഇൻ ദ അൾട്രാ വയലറ്റ് റീജിയൻ ഓഫ് ദ സ്പെക്ട്രം. ഫസ്റ്റ് വൺ ലൈമൻ ആണ്, നമുക്കറിയാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഡ്രോ ദ എനർജി ലെവൽ ഡയഗ്രാം. അപ്പോൾ എനർജി ലെവൽ ഡയഗ്രാം ഫോർ ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുമ്പോൾ നമുക്ക് ആ ലൈൻ സ്പെക്ട്രം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അത് നമുക്ക് നോക്കാം. അതായത് എനർജി ലെവൽസ് വരയ്ക്കുമ്പോൾ ഇപ്പോൾ n1 അല്ലേ, അത് കഴിഞ്ഞാൽ n2. അപ്പോൾ നമുക്ക് ശരിക്കും അത് ആക്ച്വലി വരയ്ക്കുമ്പോൾ കുറച്ച് ഗ്യാപ്പൊക്കെ ഇട്ട് വരയ്ക്കേണ്ടതുണ്ട്. ഞാൻ തൽക്കാലം ഇവിടെ ഉള്ള സ്പേസിൽ വരയ്ക്കുകയാണ്. കറക്റ്റായിട്ട് നമ്മൾ ഗ്യാപ്പ് ഇടുകയാണെങ്കിൽ n1 കഴിഞ്ഞാൽ n2 കഴിഞ്ഞാൽ n3, പിന്നെ അങ്ങോട്ട് എന്ത് വേണം? ആ ഗ്യാപ്പ് കുറഞ്ഞ് വരേണ്ടതാണ്. ഓക്കെ, ഞാൻ n3, n4, n5, n6, n7 വരെയാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഒന്നുകൂടെ കൃത്യമായിട്ട് മാർക്ക് ചെയ്യാം. സോ ദിസ് ഈസ് n1, ദിസ് ഈസ് n2 ആൻഡ് n3. ഇനി n4, n5, n6 ആൻഡ് ഫൈനലി n7 വരെ തൽക്കാലം നമുക്ക് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എനർജി ലെവൽ എന്ന് പറയുന്നത് E0 ആയിരിക്കും ഇവിടെ വരുന്നത്. പിന്നെ അങ്ങോട്ട് E1, E2 അങ്ങനെ നമുക്ക് ആ എനർജി ലെവൽസും വരും. സോ ഫസ്റ്റ് വൺ ലൈമൻ വരയ്ക്കുമ്പോൾ നമുക്ക് എങ്ങനെ വരയ്ക്കേണ്ടി വരും? എല്ലാത്തിലും നമുക്ക് ഓരോ ട്രാൻസിഷൻ. ഓക്കെ, ഫസ്റ്റ് എനർജി ലെവലിലേക്കുള്ള ട്രാൻസിഷൻ നമുക്കൊന്ന് വരച്ച് കാണിക്കേണ്ടി വരും. ഇതാണ് നമുക്ക് ലൈമാനിൽ വരുന്നത്. നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് ബാൽമർ സീരീസിൻ്റെ ആണ്. അതുകൊണ്ട് ബാൽമർ സീരീസിൽ വരുമ്പോൾ നമുക്ക് അടുത്ത n2ലേക്ക് നമുക്ക് എടുക്കാം അഗെയിൻ. സോ ദിസ് ഈസ് റെപ്രസെൻറ്റിംഗ് ദ ബാൽമർ സീരീസ്. ബാൽമറിന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് ഇനി പാഷനും ബ്രാക്കറ്റും ഫണ്ടും ഒക്കെ വരുന്നുണ്ട്. അതിലേക്ക് അത് വരയ്ക്കാൻ പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ 5ഉം കൂടെ വരയ്ക്കാൻ പറയാറുണ്ട്. ആ രീതിയിൽ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ടോപ്പിക് തന്നെയാണ്. സോ ലൈൻ സ്പെക്ട്രം നന്നായിട്ട് വരച്ച് പഠിച്ച് വെക്കുക ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ. ഓക്കെ, സോ നമുക്ക് ബാൽമർ സീരീസ് മാത്രമേ ഇപ്പോൾ ചോദിച്ചിട്ടുള്ളൂ. അത് എഴുതി വയ്ക്കാം. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റിനകത്ത് വരുന്നത് വിച്ച് ലൈസ് ഇൻ ദ അൾട്രാവയലറ്റ് റീജിയൻ, അത് ലൈമൻ സീരീസ് ആണ്. അതേപോലെ ബാൽമർ ആണ് നമുക്ക് എന്ത് വരുന്നത്? വിസിബിൾ റീജിയൻ വരുന്നത്. അതിനുശേഷം വരുന്ന പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ടൊക്കെ എന്താണ്? IR-ലാണ്, ഇൻഫ്രാറെഡ് റീജിയനിൽ വരുന്നതാണ്. ഓക്കെ, സോ ഫസ്റ്റ് വരുന്ന ലൈമൻ ആണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? ഈ പറയുന്ന അൾട്രാവയലറ്റ് റീജിയനിൽ വരുന്നത്. അപ്പോൾ ആ ലൈൻ സ്പെക്ട്രം വരച്ച് പഠിച്ചു വയ്ക്കുക. ഉറപ്പായും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി അടുത്ത കേസ് നോക്ക്. വാട്ട് ഈസ് മീൻഡ് ബൈ ദ ത്രെഷോൾഡ് ഫ്രീക്വൻസി ഓഫ് എ ഫോട്ടോ സെൻസിറ്റീവ് മെറ്റൽ? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് അല്ലേ, അതിനകത്താണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി വരുന്നത്. എന്താണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി? Threshold frequency is the minimum frequency of the incident radiation below which there is no photoelectric emission takes place. Incident radiation അതിനുണ്ടായിരിക്കേണ്ട ഏറ്റവും മിനിമം ഫ്രീക്വൻസി ബിലോ വിച്ച് ദർ ഇസ് നോ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ടേക്സ് പ്ലേസ്. അതായത് ആ നമ്മുടെ ഈ ത്രെഷോൾഡ് ഫ്രീക്വൻസികൾ കുറവാണ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ്റെ ഫ്രീക്വൻസിയെങ്കിൽ അവിടെ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ സംഭവിക്കില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു ഡെഫിനേഷൻ നമുക്ക് അവിടെ കൊടുക്കാം. ഇനി നോക്കൂ, ഡ്രോ ദ ഗ്രാഫ് ഷോവിങ് ദ വേരിയേഷൻ ഓഫ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വിത്ത് ഫ്രീക്വൻസി. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വിത്ത് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ
നമുക്ക് ഈ രീതിയിൽ നമ്മളൊരു ഡയഗ്രാം വരച്ച് പഠിക്കുന്നുണ്ട്. ഇപ്പം ഫ്രീക്വൻസി ഒരു ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ് വരുമ്പോൾ സ്റ്റോപ്പിംഗ് കൊടുക്കുക. ഇതിൽ നമുക്ക് വോൾട്ടേജ് മാർക്ക് ചെയ്യാം. ന്യൂ 1 ന്യൂ 2 എന്നൊക്കെ പറഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്രീക്വൻസീസിന് ഉണ്ടാകുന്ന നമ്മളുടെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഗ്രാഫ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കാണാൻ സാധിക്കും. അതൊന്ന് വരച്ച് പഠിച്ചു വയ്ക്കാം. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും പഠിച്ചു വയ്ക്കുക. നമുക്കതൊക്കെ റിപ്പീറ്ററായിട്ട് ക്വസ്റ്റ്യൻ വരുന്നത് തന്നെയാണ്. ഓക്കെ, സോ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ന്യൂക്ലിയർ റിയാക്ടർ ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു ഇനീഷ്യേറ്റ് ആൻഡ് കൺട്രോൾ എ ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻ. എക്സ്പ്ലെയിൻ ദ മേജർ പാർട്സ് ഓഫ് എ ന്യൂക്ലിയർ റിയാക്ടർ. ന്യൂക്ലിയർ റിയാക്ടർ നമുക്ക് ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു വളരെ ബേസിക് ആയിട്ടുള്ള ഡയഗ്രാം വരച്ചിട്ട് അതിലൊരു 3 പാർട്ട് ഏതെങ്കിലും ഒന്ന് പറയേണ്ട ആവശ്യം നമുക്ക് വരുന്നുള്ളൂ. ഓക്കെ, വേറെ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും വരുന്നില്ല. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായി തന്നെ വരയ്ക്കാവുന്ന ഒരു ഇതാണ്. ഇപ്പോൾ ഒരു ഡയഗ്രാം നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞിട്ടില്ല, മേജർ പാർട്സ് മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഫ്യൂവലും കൂളൻറ്റും അല്ലെങ്കിൽ കൺട്രോൾ റോഡ്സും ഒക്കെ നമുക്ക് അതിനകത്തേക്ക് ഷീൽഡും ഒക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും അല്ലേ. സാധാരണ നമ്മൾ വരയ്ക്കാറുള്ള ഒരു വളരെ ഈസി ആയിട്ട് വരയ്ക്കാവുന്ന ഒരു ബ്ലോക്ക് ഡയഗ്രാം ഒന്ന് പഠിച്ചു വയ്ക്കാം. നമുക്ക് ആ ഫ്യൂവൽ ഇങ്ങനത്തെ റോഡ്സ് ആയിട്ട് നമുക്കിങ്ങനെ കൊടുക്കാൻ സാധിക്കും. ഫ്യൂവൽ സാധാരണ വരുന്നത് എന്താണ്? യുറേനിയം 235 അല്ലേ, അതാണ് നമ്മൾ ഫ്യൂവലായിട്ടൊക്കെ യൂസ് ചെയ്യാറുള്ളത്. ഇതിൻ്റെ ഇടയിലേക്ക് നമുക്ക് കൺട്രോൾ റോഡ്സ് നമുക്ക് ഇങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് കൺട്രോൾ റോഡ്സ് ആണ്. ഹിയർ ദിസ് ഈസ് കൺട്രോൾ റോഡ്സ്. ഇത് ഫ്യൂവലിനെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി ഇത് ഷീൽഡാണ്. ഓക്കെ, അതായത് ഈ ഔട്ടർ ഷീൽഡ് എന്ന് പറയുന്നത് ഇതിനകത്ത് മോഡറേറ്റർ ഉണ്ടായിരിക്കും ഇൻ ബിറ്റ്വീനിൽ, കൂളൻ്റ് അതിനകത്തേക്ക് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് അവിടെ ആൻഡ് ഇതിനകത്തൊരു നമുക്കൊരു ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റോട് നമുക്ക് അതിനകത്ത് വിസിബിൾ ആയിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡയഗ്രാം നമ്മളൊന്ന് വരച്ച് നോക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് മാർക്ക് ചെയ്യാവുന്ന ഏതെങ്കിലും ഒരു 3 പാർട്സും കൊണ്ട് പറയാൻ പറ്റിയാൽ അതിൻ്റെ ആൻസർ കംപ്ലീറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ കൺട്രോൾ റോഡ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ റിലീസ് ആവുന്ന ന്യൂട്രോൺസിൻ്റെ സ്പീഡിനെ കൺട്രോൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ്. ഫ്യൂവൽ ഞാൻ പറഞ്ഞു, നമുക്ക് ബേസിക് ആയിട്ട് ആ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്യൂവൽസിൽ നിന്നാണ്. നമ്മൾ യുറേനിയം 235 ഒക്കെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഷീൽഡ് അതിൻ്റെ പുറത്ത് വരുന്ന വളരെ തിക്കായിട്ടുള്ള കോൺക്രീറ്റിൻ്റെ ഒരു ഷീൽഡ് വരും. ഏതാനും മീറ്ററോളം വിഡ്ത്തുള്ള വലിയ വീതിയുള്ള കോൺക്രീറ്റ് ഷീൽഡ് വരുന്നുണ്ട്. ഓക്കെ, ദെൻ മോഡറേറ്റർ ഉണ്ട്. ഈ പ്രോസസ്സിനെ അതിൻ്റെ സ്പീഡിനെ കൺട്രോൾ ചെയ്ത് നിർത്തുന്ന മോഡറേറ്റർ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു 3 പാർട്ട് ഒന്ന് ഏതാണെന്ന് പറയാൻ പറ്റിയാൽ ആ 3 മാർക്ക് നമുക്ക് കിട്ടും. സോ ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ ഒരു ബേസിക് ഡയഗ്രാമും ഏതെങ്കിലും ഒരു 4 പാർട്ട് പഠിച്ചു വയ്ക്കാം. ഓക്കെ, ഇവിടെ നമുക്കത് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, 4 മാർക്കും ചോദിക്കാറുണ്ട്. ഏതെങ്കിലും 4 പാർട്ട് നെയിം ചെയ്യാനും അതെന്താണെന്ന് ഒരു സിംഗിൾ സെൻറ്റൻസിൽ ഒന്ന് പറയാനും വേണ്ടി നമ്മളൊന്ന് പഠിച്ചു വയ്ക്കുകയാണെങ്കിൽ അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ആ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അത് ഈസി ആയിട്ടൊന്ന് പഠിച്ചു വയ്ക്കാം. റൈറ്റ്, പിന്നെ അടുത്ത പാർട്ട് 4ലേക്ക് വരുന്നു. സെക്ഷൻ എയിൽ എന്താണ് 3 ക്വസ്റ്റ്യൻസ് ആണ് ഫ്രം 28 to 31. ഈച്ച് ക്യാരീസ് 4 സ്കോർസ്. നമുക്ക് നോക്കാം 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. SI യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസിൻ്റെ SI യൂണിറ്റ് പഠിക്കുന്ന എല്ലാ ക്വാണ്ടിറ്റീസിൻ്റെയും യൂണിറ്റ് പഠിച്ച് വെക്കുക. എന്താണ് കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ്? ഫാരഡ് അല്ലേ. അപ്പോൾ അത് നമുക്ക് 1 മാർക്ക് തരുന്നു. ഫാരഡ് ആണ് കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ്. The 2 capacitors C1 and C2 are connected in series. Derive an expression for capacitance of the combination. C1 ഉം C2 സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസിൻ്റെ ഒരു എക്സ്പ്രഷൻ നമുക്കൊന്ന് ഒബ്റ്റെയിൻ ചെയ്യണം. സോ ഈസിലി നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം. പക്ഷേ 3 മാർക്കാണ് അല്ലേ, 2 മതി. അപ്പോൾ 2 കപ്പാസിറ്റേഴ്സ് നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ്, സോ ദിസ് ഈസ് C1 and C2. ഓക്കെ, C1 and C2. അപ്പോൾ നമുക്കറിയാം സീരീസ് കോമ്പിനേഷൻ എന്തായിരിക്കും? പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഈച്ച് കപ്പാസിറ്റർ വിൽ ബി ദ സെയിം, വിൽ ബി ഡിഫറൻറ്റ്, റൈറ്റ്. അപ്പോൾ ഇറ്റ് ഈസ് V1 and V2. നമുക്കറിയാം ഇതിനകത്ത് വരുന്ന ചാർജിൻ്റെ വാല്യൂ സെയിം ആയിരിക്കും. ചാർജ് Q വിൽ ബി ദ സെയിം. അപ്പോൾ നമുക്ക് അഗെയിൻ V1 ഈസ് ഈക്വൽ ടു അല്ലേ, നമുക്കിവിടെ V1 ഉം V2 ഉണ്ട്. സോ V1 ഈസ് ഈക്വൽ ടു Q ബൈ
C1, അതായത് Q ഈക്വൽ ടു CV അല്ലെങ്കിൽ V ഈക്വൽ ടു Q/C എന്നൊക്കെയുള്ള ഇക്വേഷൻ നമുക്ക് ഓർമ്മയുണ്ടാവും. അതേപോലെ V2 ഈസ് ഈക്വൽ ടു Q/C2. ഞാൻ പറഞ്ഞു ചാർജ് Q വിൽ ബി ദ സെയിം ഫോർ ഈച്ച് കപ്പാസിറ്റർ, അവിടെ മാറ്റം വരുന്നില്ല. അപ്പോൾ നമുക്ക് നമുക്കറിയാം ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് V ഈസ് ഈക്വൽ ടു V1 പ്ലസ് V2 ആണ്. ദാറ്റ് മീൻസ് ടോട്ടൽ ചാർജ് ബൈ ടോട്ടൽ കപ്പാസിറ്റൻസ് Q/C ഈസ് ഈക്വൽ ടു Q/C1 പ്ലസ് Q/C2. ഓക്കെ, Q/C2. അപ്പോൾ Q ക്യാൻസൽ ചെയ്യാം, കോമൺ ഫാക്ടർ ആണ്. അതുകൊണ്ട് നമുക്ക് 1/C ഈസ് ഈക്വൽ ടു 1/C1 പ്ലസ് 1/C2 എന്ന് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ഇതാണ് നമ്മളുടെ റിക്വയർഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡയഗ്രാം വരച്ചിട്ട് അതിനകത്ത് കപ്പാസിറ്റേഴ്സിനെയും അതുപോലെ വോൾട്ടേജൊക്കെ മാർക്ക് ചെയ്തിട്ട് ഈ രീതിയിൽ അതൊന്ന് ഒപ്റ്റൈൻ ചെയ്ത് വയ്ക്കുക. 3 മാർക്കാണ്, വളരെ സിമ്പിളാണ്. കാരണം നമുക്ക് 2 കപ്പാസിറ്റർ എടുക്കുന്നുണ്ടോ, 3 കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് കുറച്ചുകൂടെ ഒന്ന് ലെങ്ത് ആയിട്ട് അങ്ങനെ വന്നേനെ. ഇത് അതും വരുന്നില്ല. ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിരിക്കുന്നു C1 ആൻഡ് C2 ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ വളരെ എളുപ്പത്തിൽ നമുക്കത് എഴുതി അവസാനിപ്പിക്കാം. ഈസി ആയിട്ട് നമുക്ക് ഈ 4 മാർക്കും സ്കോർ ചെയ്യാം. സെക്കൻഡ് ചാപ്റ്റർ എന്നുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നേരത്തെ പറഞ്ഞ ഈക്വിപോട്ടൻറ്റ് സർഫസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ 3 മാർക്ക് ഉണ്ടായിരുന്നു, അതും ഇതേ ചാപ്റ്ററിൽ നിന്നായിരുന്നു. ഇവിടെ ഒരു 4 മാർക്ക് വീണ്ടും ആ ചാപ്റ്ററിൽ നിന്ന് വരുന്നു. സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് 7 മാർക്ക് ക്വസ്റ്റ്യൻ ഇപ്പോൾ ഈ പേപ്പറിൽ വന്നിട്ടുണ്ട്. സാധാരണഗതിയിൽ 6 മാർക്കൊക്കെയാണ് കാണാറുള്ളത്. എനിവേ നമുക്ക് ഈസി ആയിട്ട് അത്രയും സ്കോർ കിട്ടും. റൈറ്റ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 29th ക്വസ്റ്റ്യൻ. വിച്ച് ലോ ഹെൽപ്പ് us to find the magnetic field on the axis of a circular current loop? സർക്കുലർ കറണ്ട് ലൂപ്പിൻ്റെ ആക്സിസിൽ വരുന്ന മാഗ്നറ്റിക് ഫീൽഡ് വേണ്ടിയിട്ട് നമ്മൾ ഏത് ലോ ആണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്? നമുക്കറിയാം, അത് ബയോട്ട്-സാവർട്ട് ലോ ആണല്ലേ. ഇറ്റ് ഈസ് ബയോട്ട്-സാവർട്ട് ലോ. ബയോട്ട്-സാവർട്ട് ലോ ആണ് നമുക്ക് ഒരു സർക്കുലർ ലൂപ്പിൻ്റെ ആക്സിസിൽ വരുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. കൺസിഡർ എ ടൈറ്റ്ലി വൗണ്ട് 100 turn coil of radius 10 centimeter carrying current 1 ampere. What is the magnetic field at the center of the coil? Okay, അപ്പോൾ magnetic field B is equal to mu0 n I divided by 2r. Center of the coilലേക്ക് വരുമ്പോൾ ഓക്കെ, mu0 by 2 into ni divided by r² plus x² all raised to 3/2 എന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും ആ ഇക്വേഷനിലേക്ക് വരുമ്പോൾ. ഇപ്പോൾ ഇവിടെ നമുക്ക് 2r മാത്രം വരുന്നത്. അവിടെ ആ ഡിസ്റ്റൻസ്, ആ സർക്കുലർ ലൂപ്പിൻ്റെ ആ ഫിഗർ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക അല്ലേ? ഈ രീതിയിലൊക്കെ നമ്മൾ ഫീൽഡൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇവിടെ ഇത് റേഡിയസ് ആണ്, ഇത് ആ ഡിസ്റ്റൻസ് എക്സ് വരുന്നു, ഇത് r. ഇങ്ങനെയാണ് അത് നെയിം ചെയ്യുന്നതെങ്കിൽ ഇവിടെ x 0 ആവുന്നു, സെൻറ്ററിലാണ് നമുക്ക് പറയേണ്ടി വരുന്നത്. അതുകൊണ്ട് നമുക്ക് ആ ഇക്വേഷനിൽ ഈ r മാത്രമേ എടുക്കുന്നത്. ആ സർക്കിളിൻ്റെ റേഡിയസ് ആണ്, ലൂപ്പിൻ്റെ റേഡിയസ് ഞാൻ r കൊടുത്തിരിക്കുന്നത്. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മളുടെ വാല്യൂസ് വരുന്നത് 100 ടേൺ. അപ്പോൾ നമുക്ക് എന്നിൻ്റെ വാല്യൂ 100 ആണ്. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു മ്യൂസ് എന്ന് പറയുന്നത് 4π ഇൻറ്റു 10⁻⁻⁷ ഇൻറ്റു എന്നിൻ്റെ വാല്യൂ 100 അല്ലേ. സോ 100 ഇൻറ്റു കറണ്ടിൻ്റെ വാല്യൂ 1 ആംപിയർ, അപ്പോൾ 1 തന്നെ, ഡിവൈഡ് ബൈ 2r അല്ലേ. അപ്പോൾ 2 ഇൻറ്റു r എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 10 ഇൻറ്റു 10⁻⁻² മീറ്റർ. ഓക്കെ, അപ്പോൾ എന്തായി? ഈ 2 നമുക്ക് ഈ 4ൽ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ 2 കിട്ടും. ഈ 10 നമുക്കിവിടെ 10⁻⁻² ഉണ്ട്, 10 ഉണ്ട്. അപ്പോൾ 10⁻⁻1 ആയി. ഓക്കെ, ആ -1 നമുക്ക് എന്ത് ചെയ്യാം? ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് 10 തന്നെയാവും. സോ എഫക്റ്റീവ്ലി നമുക്ക് എന്ത് വരും? 2π. ഓക്കെ, 2π ഇൻറ്റു 10⁻⁻7 അവിടെ നിർത്തുന്നു, ഇൻറ്റു ഈ -2 ഞാൻ ഇവിടെ ഈ 10-മായിട്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ -1 ആവുന്നു. ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോൾ അത് പോസിറ്റീവ് ആവും. അപ്പോൾ 10⁻1 ആയി. 10⁻1 അതായത് 10 തന്നെ. 10 ഇൻറ്റു 100 വരുമ്പോൾ 10⁻3 അല്ലെങ്കിൽ 100 എന്ന് പറയുന്നത് 1000 ആവും. 10⁻3. ഓക്കെ, അപ്പോൾ 10⁻⁻4 ബാക്കി കാണും. സോ ആൻസർ എന്ന് പറയുന്നത് 2π ഇൻറ്റു 10⁻⁻4 വരും. അല്ലെങ്കിൽ 2π നമുക്കറിയാം, പൈയുടെ വാല്യൂ എത്രയാണ്? 3.14 അല്ലേ. അപ്പോൾ 2π എന്ന് പറയുമ്പോൾ 6.28. സോ നമുക്ക് ആ ആൻസർ ന്യൂമറിക്കലി 6.28 ഇൻറ്റു 10⁻⁻4 ടെസ്ല എന്ന് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, സോ നമ്മളുടെ സർക്കുലർ ലൂപ്പിൻ്റെ ആക്സിസിൽ വരുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ, ആ ഡെറിവേഷൻ പഠിച്ചു വെക്കുന്നതാണ്. നോർമലി ആ ഡെറിവേഷൻ ചോദിക്കാറുണ്ട്. ഇവിടെ നമുക്ക് അതിനെ ബേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു. അത് തന്നെ അതിൻ്റെ സെൻറ്ററിലേക്കാണ് പറയുന്നത് കൊണ്ട് 2r മാത്രം നമുക്ക് ഡിനോമിനേറ്റർ എടുത്താൽ മതി.
ഓക്കെ, ദെൻ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടി. അഗൈൻ ഒരു 3 മാർക്കിൻ്റെ പ്രോബ്ലമാണ്. ആ ഇക്വേഷൻ അറിയാമെങ്കിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് ആൻസർ ചെയ്യാവുന്ന വളരെ സിമ്പിൾ കാൽക്കുലേഷനിൽ ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ക്വസ്റ്റൻ ആയിരുന്നു. ക്ലിയർ അല്ലേ? അപ്പോൾ അത് കഴിഞ്ഞില്ലേ? ഈസി ക്വസ്റ്റൻ ആണ്. റൈറ്റ്, നോക്കൂ നമ്മുടെ 30th ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ആൻ AC ജനറേറ്റർ? AC ജനറേറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഏതാണ്? നമുക്കറിയാം ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, അങ്ങനെ നെയിം ചെയ്താൽ മതി. അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട. വിച്ച് ഈസ് എന്ന് ചോദിക്കുമ്പോൾ നമുക്കതിൻ്റെ നെയിം പറഞ്ഞു പോയാൽ മതി. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഓക്കെ അല്ലേ? ഇനി വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് AC ജനറേറ്റർ. നമുക്ക് ആ ജനറേറ്ററിൻ്റെ വർക്കിംഗ് ഒരു ഡയഗ്രാം വരച്ചാൽ നമുക്ക് നോക്കാം. അതായത് വരയ്ക്കുമ്പോൾ നമുക്ക് എന്താണ്, ആദ്യം നമ്മളൊരു ഫീൽഡ് മാഗ്നറ്റ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യണം. അതായത് നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് ഫീൽഡ് പോകുന്നു. ഇടയ്ക്ക് നമ്മളൊരു റെക്റ്റാങ്കുലർ കോയിൽ പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ അതിനകത്ത് 2 റിങ്സ് ഉണ്ടായിരിക്കും. അതിലേക്ക് ബ്രഷ് കണക്ട് ചെയ്തിട്ടാണ് നമ്മളതിൽ നിന്ന് ഔട്ട്പുട്ട് എടുക്കുന്നത് അല്ലേ? നമ്മളുടെ സ്ലിപ്പ് റിങ്സ് 2 വരുന്നുണ്ട്, R1 ആൻഡ് R2. ബ്രഷ് വരുന്നുണ്ട് B1 ആൻഡ് B2. അപ്പോൾ അവിടെ നമുക്കിനി ഔട്ട്പുട്ട് എടുക്കാം. ഓക്കെ, സോ ദിസ് ഈസ് ഔട്ട്പുട്ട്. നമുക്ക് അവിടെ ലോഡ് റെസിസ്റ്റൻസ് വെച്ചുകൊണ്ട് ഔട്ട്പുട്ടിനെ റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ ഔട്ട്പുട്ട് എടുക്കുന്നു നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചുകൊണ്ട് അത് ചെയ്യാം. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കോയിൽ പ്ലേസ് ചെയ്യുന്നു. ആ കോയിൽ നമ്മൾ അതിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യാം. ഓക്കെ, അതിനൊരു ആക്സിസ് ഉണ്ടായിരിക്കും, അതിനെ അലോങ് അത് റൊട്ടേറ്റ് ചെയ്യും. ഇങ്ങനെ നമുക്ക് സെൻറ്ററിലൊരു ആക്സിസ് വരുന്നുണ്ട്, അതിന് ചുറ്റുമായിരിക്കും ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കണ്ടക്ടർ മൂവ് ചെയ്യുമ്പോൾ അവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ആവുന്നു അല്ലേ? ആ കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ആവുന്നു. അപ്പോൾ നമുക്ക് അവിടുത്തെ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടായിരിക്കും. അതായിരുന്നു നമ്മളുടെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇൻഡ്യൂസ്ഡ് EMF നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? EMF ഈസ് ഈക്വൽ ടു ഇത് ചേഞ്ച് വരുമ്പോൾ -d∅/dt, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് എടുക്കുമ്പോൾ നമുക്ക് അതിന് ഈക്വൽ ആയിട്ടുള്ള EMF അവിടെ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റും അല്ലേ? അപ്പോൾ ഈ d∅/dt നമ്മളതിനെ ഈ രീതിയിൽ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫ്ലക്സ് എന്ന് പറയുന്നത് നമുക്കിവിടെ വരുന്നു. ഇതിനെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. ഫ്ലക്സ് φ ഈസ് ഈക്വൽ ടു എന്താ അതിൻ്റെ ഇക്വേഷൻ? ഫ്ലക്സ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു ഏരിയ അല്ല, B.A ആണ്. φ ഈസ് ഈക്വൽ ടു B.A നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. φ ഈസ് ഈക്വൽ ടു B.A. ഇവിടെ എന്ത് സംഭവിക്കും? B.A എന്ന് പറയുമ്പോൾ അതെന്താണ്? BA cos θ അല്ലേ? നമ്പർ ഓഫ് ടേൺസ്, n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ അവിടെ എന്നും കൂടെ വരും. അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് φ ഈസ് ഈക്വൽ ടു NBA cos θ എന്ന് നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ ദിസ് ഈസ് -d/dt ഓഫ് NBA cos θ എന്നാണ് നമുക്ക് ആ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ എന്നും ബിയും എയും നമുക്ക് പുറത്തേക്ക് എടുക്കാം. അതായത് -NBA. തീറ്റ അല്ല ഇവിടുത്തെ കേസിൽ, ω t നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലേ? നമ്മളിവിടെ ആംഗിൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ω t ആയിട്ടാണ്. അപ്പോൾ d/dt ഓഫ് നമുക്കറിയാം d/dt ഓഫ് cos ω t പറയുമ്പോൾ എന്ത് വരും? ω ഇൻറ്റു -sin ω t അല്ലേ? അതായത് കോസിൻ്റെ ഡെറിവേറ്റീവ് -sin ആണ്. അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? ഇവിടെ ഒരു ω പുറത്തേക്ക് വരും ഇൻറ്റു -sin ω t. 2 നെഗറ്റീവും കൂടെ നമുക്കത് ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്തുണ്ട്? NBA ω sin ω t എപ്സിലോൺ ഓർ EMF ഇസ് ഈക്വൽ ടു, അതിൽ NBA ω എന്നുള്ള ഫസ്റ്റ് ടേം നമുക്ക് എന്തായിട്ട് റീപ്ലേസ് ചെയ്യാം? മാക്സിമം EMF, അതായത് എപ്സിലോൺ 0 കൊടുത്തുകൊണ്ട് റീപ്ലേസ് ചെയ്യാം. ദാറ്റ് ഈസ് EMF എപ്സിലോൺ ഇസ് ഈക്വൽ ടു എപ്സിലോൺ 0 sin ω t, വേർ എപ്സിലോൺ 0 ഇസ് ഈക്വൽ ടു NBA ω. അതായത് സൈൻ ആ ആംഗുലർ ഡിഫറൻസ് അല്ലെങ്കിൽ ω-യുടെ വാല്യൂ π/2 90 ആണ് വരുന്നതെങ്കിൽ sin 90 1 ആണ് നമുക്കറിയാം. അപ്പോൾ നമുക്ക് അവിടുത്തെ മാക്സിമം EMF കിട്ടും. അതുകൊണ്ട് NBA ω നമുക്ക് എപ്സിലോൺ 0 എന്ന് മെൻഷൻ ചെയ്യാം. അല്ലെ, ആ രീതിയിൽ നമുക്കതിനെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ റിക്വയർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ആ ഒരു ജനറേറ്റർ വരയ്ക്കുമ്പോൾ ജനറേറ്റർ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള നമുക്ക് അതിനകത്ത് നിന്ന് പറഞ്ഞു വെക്കേണ്ട പോയിന്റ് അതിൻ്റെ EMFൻ്റെ എക്സ്പ്രഷനാണ്. നമ്മളതിലേക്ക് എത്തി. ഓക്കെ, സോ വർക്കിംഗ് ഓഫ് AC ജനറേറ്റർ എന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽഡ് വർക്കിങ്ങിലേക്കല്ല പോകേണ്ടത്. ആ ബേസിക് ഡയഗ്രാം വരച്ചിട്ട് അതിനകത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കുക. ഇതാണ് നമുക്ക് കൊടുക്കേണ്ട ആൻസർ. ഓക്കെ, നമുക്ക് ആ സ്കോർ കൃത്യമായിട്ട് കിട്ടാനായിട്ട്. റൈറ്റ്, നമുക്കിനി അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഐഡൻറ്റിഫൈ ദ ലോജിക് ഗേറ്റ്.
ഈ കാണുന്ന ഫിഗറിലുള്ളത് ഏത് ലോജിക് ഗേറ്റ് ആണ്? നമുക്കറിയാം അത് നാൻഡ് ഗേറ്റ് ആണല്ലേ. അതായത് ഈ കാണുന്നത് നാൻഡ് ഗേറ്റിൻ്റെ സിമ്പലാണ്. ഓക്കെ, ഇനി റൈറ്റ് ഡൗൺ ദ ട്രൂത്ത് ടേബിൾ ഓഫ് ദിസ് ഗേറ്റ് ആൻഡ് വൈ ദിസ് ഗേറ്റ് ഈസ് ഓൾസോ കോൾഡ് യൂണിവേഴ്സൽ ഗേറ്റ്. അപ്പോൾ ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ നാൻഡ് ഗേറ്റിൻ്റെ നമുക്ക് ആ ടേബിളൊക്കെ വരയ്ക്കാനായിട്ടൊന്ന് പഠിച്ചു വെക്കണം. അത് ആൻഡ് ഓർ അതേപോലെ തന്നെ നാൻഡ് നോറ് നോട്ട് ഈ 5 ഗേറ്റുകളും നമ്മൾ പഠിച്ചു വെക്കുന്നതാണ്. ഇവിടെ നാൻഡ് ഗേറ്റ് ആണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഗേറ്റ് വരയ്ക്കുമ്പോൾ ഗേറ്റിൻ്റെ ടേബിൾ വരയ്ക്കുമ്പോൾ എങ്ങനെയാണ്? ഓക്കെ, എ വരുന്നു, ബി വരുന്നു ആൻഡ് ഔട്ട്പുട്ട് ഇവിടെ ആൻഡ് നാൻഡ് ഗേറ്റ് ആണ്. നമുക്ക് ഒന്നുകിൽ എ ഡോട്ട് ബി ഇട്ടിട്ട് ബാർ ഇട്ടത് റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സിമ്പിളി ഔട്ട്പുട്ട് വൈ എന്ന് മാത്രം എഴുതാം. സോ വൈ ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്കത് ഇക്വേഷൻ എഴുതാം, എ ഡോട്ട് ബിയുടെ കോംപ്ലിമെൻറ്റ്. അതാണ് നമുക്ക് നാൻഡ് ഗേറ്റ് എന്നുള്ളതിൻ്റെ ബൂളിയൻ എക്സ്പ്രഷൻ അല്ലേ. അപ്പോൾ ഇവിടെ നോക്കൂ, 0 1 0 1 0 0 1 1. ഇത് എക്ക് 0 0 1 1 കൊടുക്കാം, ബിക്ക് 0 1 0 1 അങ്ങനെ മാറ്റിയും കൊടുക്കാം. ഓക്കെ, ഇതൊക്കെ എങ്ങനെ കൊടുത്താലും നമുക്ക് ആ ഡിഫറൻ്റ് ആയിട്ടുള്ള 4 കേസസ് വരുന്നേ ഉള്ളൂ. 0 0 1 1 0 1 0 1 ഈ 4 കോമ്പിനേഷൻസ് വരണമെന്നേ ഉള്ളൂ. ഓക്കെ, അതിൻ്റെ ഓർഡർ ഒന്നും നമ്മൾ അങ്ങനെ കോൺഷ്യസ് ആവേണ്ട ആവശ്യമില്ല. റൈറ്റ്, ഇനി 0 0 വരുമ്പോൾ ആൻഡ് ഗേറ്റിൽ 0 ആൻഡ് 0 വരുമ്പോൾ ആൻഡ് ഗേറ്റിൽ 0 ആൻഡ് 0 0 ആണ്. അതിൻ്റെ കോംപ്ലിമെൻറ്റ് എടുക്കുമ്പോൾ 1 ആണല്ലേ. സോ ഇവിടെ നമുക്ക് 1 വരും. 0 ആൻഡ് 1 അത് 0 ആണ് ആൻഡ് ഗേറ്റിൽ. അപ്പോൾ നാൻഡിലേക്ക് വരുമ്പോൾ അത് അഗെയിൻ 1 വരും. ഇവിടെയും നമുക്ക് 1 വരും. ഫൈനലി 1 ആൻഡ് 1 എന്ന് പറയുമ്പോൾ ആൻഡ് ഗേറ്റിൽ 1 ആണ്. സോ നാൻഡ് ഗേറ്റിൽ അത് 0 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു ട്രൂത്ത് ടേബിൾ കിട്ടും. ആ ടേബിൾ ബൈ ഹാർട്ട് പഠിച്ചു വയ്ക്കുക. നമുക്ക് 5 ഗേറ്റുകളുടെയും ടേബിൾ പഠിച്ചു വയ്ക്കാം. ഇനി എന്താണ് വൈ ദിസ് ഗേറ്റ് ഈസ് ഓൾസോ കോൾഡ് യൂണിവേഴ്സൽ ഗേറ്റ്? നാൻഡ് ഗേറ്റും നോർ ഗേറ്റും യൂണിവേഴ്സൽ ഗേറ്റ്സ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. അതിൻ്റെ കാരണം ഈ ഗേറ്റുകൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഓൾ അതർ സർക്യൂട്ട്സ് ക്യാൻ ബി constituted by these 2 gates, അതായത് ആൻഡ് ഗേറ്റ് ആൻഡ് നാൻഡ് ഗേറ്റ് ആൻഡ് നോർ ഗേറ്റ്. ഓക്കെ, നാൻഡ് ഗേറ്റ് നോർ ഗേറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മറ്റെല്ലാ ഗേറ്റുകളുടെയും കോമ്പിനേഷൻസ് നമുക്ക് ആ റിസൾട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പം അതും ഒരു പോയിൻ്റാണ്. യൂണിവേഴ്സൽ ഗേറ്റ് ആയിട്ട് പറയുന്ന ഗേറ്റുകൾ നാൻഡ് ഗേറ്റും നോർ ഗേറ്റുമാണ്. അതും കൂടെ ഒന്ന് അങ്ങനെ തിരിച്ചും ആ ക്വസ്റ്റ്യൻ വരാം. റൈറ്റ് ഡൗൺ ദ ഓക്കെ ടേബിൾ നമ്മൾ വരച്ചു. ഓക്കെ, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ ട്രൂത്ത് ടേബിൾസ് വരുന്ന ആ ഒരു പോർഷൻ ബൂളിയൻ ആൾജിബ്ര ഒന്ന് പഠിച്ചു വയ്ക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. പിന്നെ അടുത്ത സെഷൻ നോക്കൂ, ഒരു ക്വസ്റ്റ്യൻ മതി. 32 to 33 2 ക്വസ്റ്റ്യൻസിന് അതിന് തുറന്നിച്ചാൽ മതി. ഈച്ച് ക്യാരീസ് 4 scores. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ മതി. ഏതാ ക്വസ്റ്റ്യൻ? യൂസിങ് ഹൈജീൻസ് പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ റിഫ്രാക്ഷൻ ഓഫ് എ പ്ലെയിൻ വേവ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. ഹൈജീൻസ് പ്രിൻസിപ്പിളിൽ പ്ലെയിൻ വേവിൻ്റെ റിഫ്രാക്ഷൻ പറയുമ്പോൾ നമുക്കൊരു ഡയഗ്രാം ഉണ്ട്. ആ ഡയഗ്രാം തന്നെ എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇതൊരു ഇൻ്റർഫേസ് വരുന്നു, അതിലേക്ക് ഒരു വേവ് വരുന്നു. ഓക്കെ, അപ്പോൾ ഒരു വേവ് ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു പ്ലെയിൻ വേവ് വരുമ്പോൾ നമുക്ക് ഇത് ഇവിടെ എ എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് എത്തുമ്പോൾ ഇതിൻ്റെ ഒപ്പം വരുന്ന പാരലൽ വേവ് ഇവിടെ ആയിരിക്കും നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുക, ബി. ഇതാണ് നമ്മളുടെ വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബിയിൽ നിന്ന് ഈ ലൈറ്റ് റേ സിയിലേക്ക് എത്തുന്ന ഈ ഒരു സമയം, ഓക്കെ, ഈ സമയം എന്ന് പറയുന്നത് നമുക്ക് ടൈം ടി എടുക്കാം. ഇവിടെ നമുക്കറിയാം ഇതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് v1 ആണ്. അതായത് നമുക്ക് n1 ആൻഡ് n2 എന്ന് പറയുന്ന 2 മീഡിയമാണ് വരുന്നത്. കാരണം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് റിഫ്രാക്ഷൻ്റെ കേസാണ്. അപ്പോൾ മീഡിയം 1 n1 നമുക്ക് വെലോസിറ്റി v1 ആയിരിക്കും, n2 v2 ആയിരിക്കും വെലോസിറ്റി. അപ്പോൾ നമ്മുടെ ലൈറ്റ് റേ എ ബി ആണ് നമ്മളുടെ അതിൻ്റെ വേവ് ഫ്രണ്ട് കൺസിഡർ ചെയ്യുന്നത്, പ്ലെയിൻ വേവ് ഫ്രണ്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ബിയിൽ നിന്ന് സിയിലേക്ക് ലൈറ്റ് വേവ് ട്രാവൽ ചെയ്യുന്ന ടൈം, അത് ടൈം ടി ആണെങ്കിൽ ആ ടൈം കൊണ്ട് അതിൻ്റെ വെലോസിറ്റി v1 ആണെങ്കിൽ അവിടുത്തെ ഡിസ്റ്റൻസിനെ നമുക്ക് v1t, അതായത് ബി സി ഈക്വൽ ടു v1t എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ബി സി ഈസ് ഈക്വൽ ടു v1t. ഇനി അതേ ടൈം ടി എന്ന് പറഞ്ഞ സെയിം നമുക്കൊരു നോർമൽ വരച്ച് വയ്ക്കാം. എന്നിട്ട് ആഫ്റ്റർ റിഫ്രാക്ഷൻ എയിൽ നിന്ന് ലൈറ്റ് റേ അത് ടുവേഴ്സ് ദ നോർമൽ ബെൻഡ് ആവുന്നതായിരിക്കും. അവിടെ ഇതേ ടൈം ഇൻ്റർവെല്ലിൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് നമുക്ക് വേണ്ടേ. അപ്പോൾ നമുക്കറിയാം അവിടെ വെലോസിറ്റി v2 ആണ്. അപ്പോൾ v2 ഇൻറ്റു ടി എന്ന് പറയുന്ന അത്രയും ഡിസ്റ്റൻസ്, വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണല്ലേ. സോ v2 ഇൻറ്റു ടി എന്ന് പറയുന്ന അത്രയും ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്യുക. ആ ഡിസ്റ്റൻസ് റേഡിയസ് ആയി നമ്മളൊരു എന്ത് ചെയ്യും, ഒരു സർക്കിൾ, ഒരു ആർക്ക് നമ്മൾ വരച്ച് വയ്ക്കുന്നു.
ഓക്കെ. എന്നിട്ട് ഈ സിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഒരു ടാൻജൻറ്റ് വരയ്ക്കും ഈ സർക്കിളിലേക്ക്. അത് വരയ്ക്കുമ്പോൾ അത് മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റിലേക്കായിരിക്കും നമ്മുടെ ലൈറ്റ് റേ ട്രാവൽ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇത് എ ബി സി നമ്മൾ ഡി എന്ന് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ എ ഡി എന്ന് പറയുന്നത് V2T ആയിരിക്കും. അതായത് ഇവിടെ എ ഡി ഈസ് ഈക്വൽ ടു V2Tക്ക് ഈക്വൽ ആയിരിക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ, ഈ ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യാം. നമുക്ക് വേണ്ടത് ആംഗിൾസ് ആണ്, അതായത് നമുക്ക് റിഫ്രാക്ഷനെ പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ ആംഗിൾ ഐ വരുന്നുണ്ട്, അതിന് ഈക്വലായിട്ട് വരുന്ന, ഇപ്പോൾ ഇത് 90 ഡിഗ്രി ആയിരിക്കും. സോ ബാക്കി റിമൈനിങ് ഈ പോർഷൻ ആയിരിക്കും നമുക്ക് ആംഗിൾ ഐ വരുന്നത്. ഓക്കെ. അതേപോലെ ആർ എന്ന് പറയുന്ന ആംഗിൾ ഇവിടെ ആറ് വരുന്നുണ്ടെങ്കിൽ ഈ ആറിന് ഈക്വലായിട്ട് വരുന്നൊരു ആംഗിൾ എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും നമുക്ക് 6 വരുന്നത്. ഓക്കെ. അപ്പോൾ ബി സിയും എ ഡിയും നമ്മളുടെ പ്രശ്നം. നമുക്ക് ഇനി ഐയുടെയും ആറിൻ്റെയും ടേംസിലേക്ക് വരാം. അതായത് ഐ എന്ന് പറയുന്ന ആംഗിൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ സൈൻ ഫംഗ്ഷൻ സൈൻ ഐ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഇതാണ് നമുക്ക് ഐ വരുന്നത്. സോ ഓപ്പോസിറ്റ് സൈഡ് ബൈ അതിൻ്റെ ഹൈപ്പോട്ടനസ് അല്ലേ. ഇവിടെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരുന്നത്, ഇവിടെയാണ് 90 ഡിഗ്രി വരുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് സൈൻ ഐ എന്ന് പറയുന്നത് നമുക്ക് ബി സി ഡിവൈഡ് ബൈ എ സി വരുന്നു. സോ ബി സി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ദിറ്റ് ഈസ് V1T ഡിവൈഡ് ബൈ എ സി. അതേപോലെ സൈൻ ഓഫ് ആർ എന്ന് പറയുന്നത്, സൈൻ ആർ എന്ന് പറയുന്നത് എന്താണ്, എ ഡി ഡിവൈഡ് ബൈ എ സി ആണ്. ദാറ്റ് ഈസ് V2T ഡിവൈഡ് ബൈ എ സി ആണ്. സോ നമുക്ക് സ്നെൽസ് ലോ വെച്ചിട്ട് എന്ത് ചെയ്യാം, സൈൻ ഐ ബൈ സൈൻ ആർ എടുക്കുകയാണെങ്കിൽ, ഓക്കെ. സോ ഹിയർ സൈൻ ഐ ഡിവൈഡ് ബൈ സൈൻ ആർ എന്ത് സംഭവിക്കും, V1 ഡിവൈഡ് ബൈ എ സി ഡിവൈഡ് ബൈ V2 ഡിവൈഡ് ബൈ എ സി എന്ന് പറയുമ്പോൾ അത് റെസിപ്രോക്കലാക്കി നമ്മൾ ചെയ്യുമ്പോൾ സംഭവിക്കും. അതായത് V1T ഡിവൈഡ് ബൈ എ സി ഇൻറ്റു എ സി ഡിവൈഡ് ബൈ V2T എന്തായി, എ സി നമുക്ക് ക്യാൻസൽ ചെയ്യാം, ഈ ടിയും നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ റിമൈനിങ് ഇറ്റ് ഈസ് V1 ബൈ V2. സോ സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു V1 ബൈ V2, വേർ V1 ബൈ V2 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും, വെലോസിറ്റീസിൻ്റെ റേഷ്യോ ആണ് വരുന്നത്. ഓക്കെ. അതെന്ന് പറയുന്നത് നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഫോർമുലയാണ്. സോ ദിസ് ഈസ് റെപ്രസെൻറ്റിംഗ്, ദിസ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഓക്കെ. ഇതൊരു കോൺസ്റ്റന്റ് ആണെന്ന് പറയുമ്പോൾ ആ കോൺസ്റ്റന്റ് ആണ് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n എന്ന് പറയുന്നത്. നമുക്കറിയാം n എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു, ഇവിടെ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. സോ N21 ആണ് നമ്മളുടെ N2 ബൈ N1 വിച്ച് ഈസ് ഈക്വൽ ടു V1 ബൈ V2. അപ്പോൾ V1 ബൈ V2 റെപ്രസെൻറ്റിംഗ് N2 ബൈ N1 വിച്ച് ഈസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഓഫ് ദ ടു മീഡിയം. ഓക്കെ. അപ്പോൾ അങ്ങനെ നമുക്ക് സ്നെൽസ് ലോ പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഈ രീതിയിൽ നമുക്ക് റിഫ്രാക്ഷൻ്റെ പ്രിൻസിപ്പിൾ എന്ന റിഫ്രാക്ഷൻ ഓഫ് പ്ലെയിൻ വേവ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ. അപ്പോൾ ഈ ഡയഗ്രാം വരച്ച് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കണം. ഡയഗ്രാം വരയ്ക്കാൻ അറിയേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഡയഗ്രത്തിൽ നിന്നാണ് നമുക്ക് ഇതെല്ലാം ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുക. അതെങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് വരച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് ഈ ഇക്വേഷൻ നോക്കുക. ഇതിപ്പോൾ റിഫ്രാക്ഷൻ്റെ കേസാണ്. സിമിലർലി നമുക്ക് പ്ലെയിൻ വേവ് ഫ്രണ്ടിൻ്റെ എന്തും കൂടെ ഉണ്ട്, റിഫ്ലക്ഷൻ കൂടെ ഉണ്ട്. അതും കൂടെ ഒന്ന് പഠിച്ചു വയ്ക്കുക, ചിലപ്പോൾ ചോദിച്ചേക്കും. ഓക്കെ. ദെൻ നോക്കൂ, സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് വർക്കിംഗ് ഓഫ് എ ട്രാൻസ്ഫോമർ and explain briefly any 3 energy losses in a transformer. So principle of working a transformer എന്ന് പറയുന്നത് എന്താണ്, അത് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണല്ലേ. The phenomenon of inducing an EMF in a coil due to the change in current in a neighboring coil. ഒരു നൈബറിംഗ് കോയിലിൽ ഉണ്ടാകുന്ന കറണ്ടിൻ്റെ ചേഞ്ച് കാരണം അടുത്തുള്ള മറ്റൊരു കോയിലിൽ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ ഫിനോമിനാണ് എന്ത് പറയുന്നത്, മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അതാണ് നമ്മളുടെ ഒരു ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ട്രാൻസ്ഫോമറിൻ്റെ ഇക്വേഷനും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇവിടെ നമുക്ക് അതിലേക്ക് പോകുന്നില്ല. ഇവിടെ ചോദിക്കുന്നത് അതിന് 3 എനർജി ലോസസ് ആണ്. എന്തൊക്കെയാണ് എനർജി ലോസസ് ഓഫ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്? ഒന്ന് അതിൻ്റെ വൈൻഡിങ് വരുമ്പോൾ ആ വൈൻഡിങ്ങിൻ്റെ റെസിസ്റ്റൻസ് കാരണമുള്ള എനർജി ലോസ് ഉണ്ട്. അതായത് ക്ലോസ്ലി വൗണ്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് കാരണം ഹീറ്റിൻ്റെ ഫോമിൽ ഉണ്ടാകുന്ന എനർജി ലോസ് ഉണ്ട്. എഡി കറണ്ടിൻ്റെ ഫോമിൽ നമുക്കൊരു എനർജി ലോസ് വരുന്നുണ്ട്. അതേപോലെ മാഗ്നറ്റിക് ഫ്ലക്സ് ലീക്കേജും വരുന്നുണ്ട്. കംപ്ലീറ്റ് ഫ്ലക്സ് നമുക്ക് അടുത്ത കോയിലിലേക്ക് അവൈലബിൾ ആവില്ല. അങ്ങനെ ഫ്ലക്സ് ലീക്കേജ് വരും. സോ മാഗ്നറ്റിക് ഫ്ലക്സ് ലീക്കേജ് ഉണ്ട്, റെസിസ്റ്റൻസ് ലോസ് വരുന്നുണ്ട്, റെസിസ്റ്റൻസ് ഓഫ് വൈൻഡിങ് ലോസ് വരുന്നുണ്ട്.
അതേപോലെ എഡ്ഡി കറന്റ് ലോസ് വരുന്നുണ്ട്. ഇങ്ങനെ 3 ലോസ് നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും. ഏതെങ്കിലും 3 പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ ടോപ്പിക് ഒന്ന് വൃത്തിയായിട്ട് പഠിച്ചു വയ്ക്കാൻ നമുക്ക് കൃത്യമായിട്ട് ചോദ്യം വരുന്ന ഒരു പോർഷൻ തന്നെയാണ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ക്ലിയർ? ദെൻ 2 ക്വസ്റ്റ്യൻ കൂടെ നമുക്കുണ്ട്. അതിനകത്ത് നിന്ന് 2 ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാണ്ട് നമുക്ക് 3 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 34, 35, 36 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനകത്ത് ഏതെങ്കിലും 2 ആൻസർ ചെയ്ത് നമുക്ക് മാർക്ക് കിട്ടും. നോക്കൂ, 6 മാർക്കാണ് ഓരോ ക്വസ്റ്റ്യനും വരുന്നത്. ക്ലിയർ? സോ 34, ക്വസ്റ്റ്യൻ നമ്പർ 34 എന്താണ്? റൈറ്റ് ഡൗൺ ദ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് പ്രിൻസിപ്പിൾ. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് പ്രിൻസിപ്പിളിൽ വേറെ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. നമുക്ക് P/Q = R/S എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻസറായി. അതായത് P/Q = R/S. അതിന് ആ വീറ്റ്സ്റ്റോൺ ഇത് എക്സ്പ്രഷൻ എഴുതുന്നതിന് 1 മാർക്കാണെങ്കിൽ ഇങ്ങനെ മാത്രം കൊടുത്താൽ മതി. അതല്ല 2 മാർക്കിൽ നമുക്ക് ആ ഫിഗറും കൂടെ വരയ്ക്കാം. നമുക്കറിയാം ഇതെങ്ങനെയാണ് വരുന്നത്. ആ വീറ്റ്സ്റ്റോണിൻ്റെ ഫിഗറും കൂടെ ഒന്ന് വരയ്ക്കാൻ പറ്റിയാൽ നമുക്കത് കൃത്യമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ നമുക്കൊരു ഗാലനോമീറ്റർ വരുന്നുണ്ട്. റൈറ്റ്. സോ കറണ്ട് I, ഇവിടെ നമുക്ക് I1, ഇവിടെ I2 ആൻഡ് അഗെയിൻ ഇവിടെ I1, ഇവിടെ I2, ദിസ് ഈസ് I. ഇവിടെ നമുക്കൊരു IG പോകുന്നുണ്ട്. വെൻ IG = 0 അല്ലേ, IG = 0 എന്ത് വരും? ഈ റെസിസ്റ്റൻസ് എന്തായിരുന്നു? PQRS. സോ P/Q = R/S എന്ന് നമുക്ക് ആ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ചെയ്യാം. ആ ഡയഗ്രാം വരച്ച് സിമ്പിൾ ചെയ്ത് എഴുതി വെക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, പ്രിൻസിപ്പിൾ ചോദിക്കുമ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുക, അല്ലെങ്കിൽ അത് ഇൻ ഡീറ്റെയിൽ നമുക്കത് ഡെറൈവ് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെ സ്റ്റെപ്സ് ഒക്കെ എഴുതാനുണ്ട്. നമുക്ക് ക്രിസ്റ്റോഫ്സ് ലൂപ്പ് റൂളൊക്കെ കൺസിഡർ ചെയ്തിട്ട് പോകാനുണ്ട്. ഇപ്പോൾ അതിലേക്ക് പോകേണ്ട, അത്രയും ചോദിച്ചിട്ടില്ല. then a meter bridge circuit is given below. Okay, using this circuit derive an expression for finding the unknown resistance. അപ്പോൾ മീറ്റർ ബ്രിഡ്ജിൻ്റെ അൺനോൺ റെസിസ്റ്റൻസ് കാണാനുള്ള ഒരു ഇക്വേഷൻ നമുക്ക് ഡെറൈവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ മീറ്റർ ബ്രിഡ്ജിൽ Rഉം Sഉം ഉണ്ട്. R ആയിരിക്കും നമുക്കൊരു അൺനോൺ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് കണ്ടുപിടിക്കേണ്ടി വരിക. ഓക്കെ, അപ്പോൾ ഈ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ ഈ ഒരു പ്രിൻസിപ്പിൾ നമുക്ക് അപ്ലൈ ചെയ്യാം. അതായത് R/S എന്ന് പറയുന്നത്, ഓക്കെ, ഇവിടെ R/S എന്ന് പറയുന്നത്, ഇവിടെ നോക്കൂ, നമ്മളുടെ ഈ ഒരു പോയിന്റിൽ L1 പോയിന്റ് ഡിയിലേക്ക് വരുമ്പോൾ ആ ബാലൻസ് ലെങ്ത് മാർക്ക് ചെയ്യുന്ന പോയിന്റ് ഡി ആണെങ്കിൽ അതിൻ്റെ ലെങ്ത് L1 ആണ്. അപ്പോൾ അത് നമുക്ക് ഈ രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? R/S is equal to L1 × R. അവിടുത്തെ നമ്മുടെ മീറ്റർ ബ്രിഡ്ജിൻ്റെ വയറിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്മോൾ ആറിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ S ആണ് അൺനോൺ റെസിസ്റ്റൻസ് കൊടുത്തിട്ടുള്ളത്. റൈറ്റ്. അപ്പോൾ P/Q = R/S എന്ന് പറഞ്ഞതുപോലെ നമുക്കിവിടെ എന്ത് ചെയ്യാം? L1R / 100 - L1 × R എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ R രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. സോ L1 / 100 - L1. അപ്പോൾ നമുക്ക് R = ആണെങ്കിൽ ഇക്വേഷൻ എന്ത് വരും? R is equal to ആണെങ്കിൽ S × L1 / 100 - L1 എന്ന് നമുക്ക് വരും. L1 L2 എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്കൊരു ഒറ്റ മെഷർമെൻറ്റ് മാത്രം മതി ഈ കേസിൽ. അതല്ല S ആണ് കാണണമെങ്കിൽ S is equal to R × 100 - L1 / L1. ഇങ്ങനെ നമുക്ക് ആ ഫോർമുല കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ആ എക്സ്പ്രഷൻ നമുക്ക് മീറ്റർ ബ്രിഡ്ജിൻ്റെ അൺനോൺ റെസിസ്റ്റൻസ് കാണുന്ന ഇക്വേഷൻ എടുക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ ഇക്വേഷൻ കൃത്യമായിട്ട് അറിയണ്ടായാൽ മതി. ഓക്കെ, അതറിയാമെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ആ എക്സ്പ്രഷനിലേക്ക് വരാൻ പറ്റും. അപ്പോൾ അതൊന്ന് പഠിച്ചു വയ്ക്കുക. നമുക്ക് മിക്കവാറും എക്സാമുകളിലൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മീറ്റർ ബ്രിഡ്ജിൻ്റെ കേസ്, അതുപോലെ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ കേസും. അപ്പോൾ അത് രണ്ടും നമുക്ക് കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റിയാൽ നമ്മുടെ ആൻസർ ക്ലിയർ ആണ്. കഴിഞ്ഞില്ല, നമുക്ക് ഈ ക്വസ്റ്റിൽ കുറച്ചും കൂടെ ഡിസ്കഷൻ ബാക്കിയുണ്ട്. അതായത് അതിൻ്റെ തേർഡ് സബ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ ദ അബോവ് സർക്യൂട്ട് ദ ബാലൻസ് പോയിന്റ് ഈസ് ഫൗണ്ട് ടു ബി 40 cm from the end A. When the resistance S is 12 ohm, determine the resistance R. ഓക്കെ, നമുക്ക് R കണ്ടുപിടിക്കണമെങ്കിൽ ആറിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? R is equal to S × L / 100 - L. ഓക്കെ, L1. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിലത്തെ അവൈലബിൾ ഡാറ്റ വെച്ചിട്ട് R കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് സംഭവിക്കും? എസിൻ്റെ വാല്യൂ 12 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 12 × L എന്ന് പറയുന്നത് 40 സെൻറ്റിമീറ്ററിലെ സെൻറ്റിമീറ്ററിലാണ്, നമുക്കതിന് മീറ്ററിലേക്ക് മാറ്റണം. അപ്പോൾ 40 സെൻറ്റിമീറ്റർ പറയുമ്പോൾ 40 × 10⁻² മീറ്റർ. ഇനി ഡിവൈഡ് ബൈ 100 - L1 എന്ന് പറയുമ്പോൾ 100 - 40 എന്ന് പറയുമ്പോൾ 60 അല്ലേ. സോ 60
ഇൻറ്റു 10⁻². 10⁻² നമുക്ക് ക്യാൻസൽ ചെയ്യാം, ഈ 0 നമുക്ക് ക്യാൻസൽ ചെയ്യാം. 12 ഇൻറ്റു 4 എന്ന് പറയുന്നത് 48 /6 എന്ന് പറയുമ്പോൾ എത്രയായി? 8 അല്ലേ? നമുക്കത് ഈസി ആയിട്ട് അതിൻ്റെ വാല്യൂ പറയാം. 6 8 ഓം എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇക്വേഷനിലേക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്ന, ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ മീറ്റർ ബ്രിഡ്ജിൻ്റെ ഇക്വേഷൻ കൂടെ ഒന്ന് നന്നായിട്ട് പഠിച്ചു വയ്ക്കാം. ആൻഡ് വിത്ത് ദ ഗാൽവനോമീറ്റർ ഷോ എനി കറണ്ട് ഇഫ് ദ ഗാൽവനോമീറ്റർ ആൻഡ് സെൽ ആർ ഇൻ്റർചേഞ്ച്ഡ്. ഗാൽവനോമീറ്ററും സെല്ലും ഇൻ്റർചേഞ്ച് ചെയ്താൽ ഗാൽവനോമീറ്ററിൽ എന്തെങ്കിലും ഒരു കറണ്ട് കാണിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇവിടെ ഗാൽവനോമീറ്റർ ഷോ എനി കറണ്ട് ഇഫ് ദ ഗാൽവനോമീറ്റർ ആൻഡ് സെൽ ആർ ഇൻ്റർചേഞ്ച്ഡ്. അത് മാറ്റിയാൽ നമുക്ക് അവിടെ എന്ത് സംഭവിക്കില്ല? ഒരു കണക്ഷനും വരില്ല, നമുക്ക് അവിടെ ഒരു തരത്തിലുള്ള ഇൻഡിക്കേഷനും വരില്ല, അതായത് കറണ്ട് 0 ആയിരിക്കും. ഓക്കെ, ഗാൽവനോമീറ്റർ ഷോ എനി കറണ്ട് 0 കറണ്ടാണ് വരിക. 0 കറണ്ടാണ് നമുക്ക് ഗാൽവനോമീറ്ററും സെല്ലും ഇൻ്റർചേഞ്ച് ചെയ്താൽ കിട്ടുന്ന ഒരു എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വലിയ റോള് വരുന്നില്ല, അത് 0 കറണ്ട് എന്ന് കൊടുത്താൽ നമുക്ക് അവസാനിപ്പിക്കാം. ഈ ഇക്വേഷൻ ഒബ്റ്റെയിൻ ചെയ്യുന്നതും ആ ഇക്വേഷനിലേക്ക് ഡാറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അവിടുത്തെ റെസിസ്റ്റൻസ് വാല്യൂ കണ്ടുപിടിക്കുന്നതൊക്കെ ഉറപ്പായും ചോദിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ സ്ഥിരമായിട്ട് കാണുന്ന തരത്തിലുള്ള ക്വസ്റ്റൻ തന്നെയാണ്. ഓക്കെ, അത് പഠിച്ചു വയ്ക്കാം. ക്ലിയർ. 35ാമത്തെ ക്വസ്റ്റൻ നോക്കൂ. സ്റ്റേറ്റ് ഗോസ് ലോ. ഗോസ് ലോ അല്ലെങ്കിൽ അതിൻ്റെ അപ്ലിക്കേഷൻ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഷുവറായിട്ടും നമ്മൾ പറഞ്ഞ ക്വസ്റ്റൻ ആണല്ലേ. ആ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റൻ ആണ് ഗോസ് ലോ. എന്താ ഗോസ് ലോ പറയുന്നത്? The total normal electric flux over a closed surface is equal to 1/ε0 times of the charge enclosed by the surface. എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫ്ലക്സ് ഫൈ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ഓഫ് ദ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. അപ്പോൾ അതൊന്ന് പഠിച്ചു വയ്ക്കാം, നമുക്ക് ഉറപ്പായും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഗോസ് തിയറം എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റൻ നോക്കൂ. വാട്ട് ഈസ് മെൻറ്റ് ബൈ എ ഗോഷ്യൻ സർഫസ്? എന്താണ് ഗോഷ്യൻ സർഫസ്? ഒരു ചാർജിനെ എൻക്ലോസ് ചെയ്യുന്ന സർഫസിനെ നമുക്ക് ഗോഷ്യൻ സർഫസ് ആയിട്ട് വിളിക്കാം. അപ്പോൾ അവിടെ ചാർജിനെ എൻക്ലോസ് ചെയ്യുന്ന, അതിന് ഷേപ്പ് ഒന്നും പ്രശ്നമല്ല, ഏത് ഷേപ്പ് ആണെങ്കിലും കുഴപ്പമില്ല, സ്പെറിക്കലോ സിലിണ്ടറിക്കലോ തന്നെ ആവണമെന്നില്ല, ഒരു എനി ഷേപ്പ് അത് ഒരു ചാർജിനെ എൻക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് ഒരു ഗോഷ്യൻ സർഫസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റൻ നോക്കുക. അതിനകത്ത് യൂസിങ് ഗോസ് ലോ ഫൈൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് തിൻ സ്പെറിക്കൽ ഷെൽ അറ്റ് എ പോയിന്റ് ഔട്ട്സൈഡ് ദ ഷെൽ. ഒരു യൂണിഫോംലി ചാർജ്ഡ് സ്പെറിക്കൽ ഷെൽ കൺസിഡർ ചെയ്യണം അല്ലേ. അപ്പോൾ എന്ത് സംഭവിക്കും? ഒരു ഷെല്ല് കൺസിഡർ ചെയ്യുന്നു, അത് യൂണിഫോംലി ചാർജ്ഡ് ആണെന്ന് പറയുന്നു. ഓക്കെ, ഇനി അതിൻ്റെ റേഡിയസ് നമുക്ക് ക്യാപിറ്റൽ R കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ഇനി അതിന് ഔട്ട്സൈഡിലൊരു പോയിന്റിലുള്ള ഫീൽഡാണ് നമുക്ക് പറയേണ്ടത്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു യൂണിഫോംലി ചാർജ്ഡ് സ്പെറിക്കൽ ഷെൽ അറ്റ് എ പോയിന്റ് ഔട്ട്സൈഡ് ദ ഷെൽ എന്ന് പറയുമ്പോൾ ഈ ഷെല്ലിൻ്റെ പുറത്ത് നമ്മൾ ഇങ്ങനെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു, അതിൻ്റെ റേഡിയസ് R, അതായത് നമ്മൾ അതിനൊരു സ്പെറിക്കൽ ഷേപ്പ് നമ്മൾ അസ്യൂം ചെയ്യുന്നു. കാരണം ഈ ചാർജ്ഡ് ബോഡീനെ എൻക്ലോസ് ചെയ്യണം. ചാർജ്ഡ് ബോഡീനെ എൻക്ലോസ് ചെയ്യുമ്പോൾ അതൊരു സ്പെറിക്കൽ ഷേപ്പ് തന്നെ വരുന്നു, അതിന് റേഡിയസ് R നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇവിടെയാണ് നമ്മൾ സർഫസ് ഏരിയ കൺസിഡർ ചെയ്യുന്നത്, DS എന്ന് പറയുന്നത്. ഇവിടെ തന്നെയാണ് നമുക്കൊരു ഇലക്ട്രിക് ഫീൽഡും വരുന്നത്. ആ ഇലക്ട്രിക് ഫീൽഡാണ് കാണണ്ടേ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഫൈ ഈസിക്കൽ ടു E.ds അല്ലേ. സോ ഫൈ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ E.ds എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡിഎസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആ സ്പെറിക്കൽ സർഫസ് കൺസിഡർ ചെയ്യുന്നുണ്ട്. ആ ഡിഎസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അത് E ഇൻറ്റു സ്പിയറിൻ്റെ സർഫസ് ഏരിയ. ഓക്കെ, അത് 4πr² ആണ്. ഒരു സ്പെറിക്കൽ ഷേപ്പിൻ്റെ സർഫസ് ഏരിയ 4πr². അതങ്ങനെ കിട്ടി. ഇനി നമുക്ക് ഗോസ് തിയറം, അക്കോർഡിംഗ് ടു ഗോസ് തിയറം എന്താ? ഫൈ ഈസ് ഈക്വൽ ടു Q/ε0 അല്ലേ. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു Q എന്ന് പറയുമ്പോൾ ചാർജാണ്, സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ഇൻറ്റു ഏരിയ ആയിട്ട് നമുക്ക് പറയാം. അതായത് സിഗ്മ ഇൻറ്റു ചാർജിനെ നമുക്ക് Q ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ഏരിയ അല്ലേ. അപ്പോൾ ആ ഏരിയ എന്താ വരിക? ഇവിടെ ഇന്നർ ചാർജ് ക്യാരി ചെയ്യുന്ന സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ, അത് 4 ഇൻറ്റു πr² തന്നെ. R ക്യാപിറ്റൽ R ആണ്, ആ ഇന്നർ സ്ഫിയറിൻ്റെ റേഡിയസ് ആണ് R വരുന്നത്, ഡിവൈഡ് ബൈ ε0. സോ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടും, ഇക്വേഷൻ 1 ആൻഡ് 2. ഈ രണ്ടിൻ്റെയും LHS 5 ആണ്, RHS നമുക്കൊന്ന് ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, അത് ഇക്വേറ്റ് ചെയ്യുന്ന സംഭവിക്കും E ഇൻറ്റു 4πr² ഈസ് ഈക്വൽ ടു
സിഗ്മ ഇൻറ്റു 4π, ഇവിടെ ഇൻറ്റു ആവശ്യമില്ല, 4πr² അല്ലേ, 4πr² ഡിവൈഡ് ബൈ ε0. അതായത് ഈ 4π നമുക്ക് ക്യാൻസൽ ചെയ്യാം, ഈ സ്മോൾ r² റൈറ്റ് സൈഡിലേക്ക് വരും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് E ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ ε0 r² ഡിവൈഡ് ബൈ r². ഔട്ട്സൈഡ് ഷെല്ലാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ ഇങ്ങനെ ഡെറൈവ് ചെയ്ത് വയ്ക്കാം. സ്ഥിരമായി നമ്മൾ പഠിക്കുന്ന ഒരു ചെറിയ ഡെറിവേഷനാണ്, ഉറപ്പായും ചോദിക്കുന്നതാണ്, പഠിച്ചു വയ്ക്കുക. ഇതിനി ഓൺ ദ സർഫസ് ഓഫ് ദ ഷെല്ലും ഇൻസൈഡ് ദ ഷെല്ലും ഒക്കെ നമുക്ക് കേസസ് ഉണ്ട്, ആ കേസിൽ കൂടെ ചോദിച്ചിട്ടില്ല, അതും കൂടെ ചേർത്ത് പഠിച്ചു വയ്ക്കുക. ഗോസ് തിയറത്തിൻ്റെ അപ്ലിക്കേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആയിരുന്നത്. മറ്റ് അപ്ലിക്കേഷൻസും പഠിച്ചു വയ്ക്കുക, നമ്മുടെ തിൻ സ്ട്രൈറ്റ് വയറിൻ്റെയും പ്ലെയിൻ ഷീറ്റിൻ്റെ ഒക്കെ കേസ് പഠിച്ചു വയ്ക്കുക, ഏത് വേണമെങ്കിലും നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഗോസ് തിയറം ആൻഡ് അപ്ലിക്കേഷൻസ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ ഏറ്റവും പ്രയോറിറ്റി ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ തന്നെയാണ്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോ 36th ക്വസ്റ്റ്യൻ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ് ലോസ് ഓഫ് റിഫ്രാക്ഷൻ. റിഫ്രാക്ഷൻ്റെ ലോസ് എന്തൊക്കെയാണ്? ദ ഇൻസിഡൻറ്റ് ലൈറ്റ് റേ നോർമൽ ടു ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ആൻഡ് റിഫ്രാക്റ്റഡ് ലൈറ്റ് റേ ആർ ലൈസ് ഇൻ ദ സെയിം പ്ലെയിൻ. ഇത് മൂന്നും ഒരു പ്ലെയിനിലായിരിക്കും എന്ന് പറയുന്ന ആ ഫസ്റ്റ് ലോ വരുന്നുണ്ട്. സെക്കൻഡ് ലോ എന്താണ്? ദ റേഷ്യോ ഓഫ് സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് എ കോൺസ്റ്റൻറ്റ്. അതായത് സ്നെൽസ് ലോ അല്ലേ, n ഈസ് ഈക്വൽ ടു സൈൻ ഐ ബൈ സൈൻ ആർ, അല്ലെങ്കിൽ സൈൻ ഐ ബൈ സൈൻ ആർ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആ കോൺസ്റ്റൻ്റ് ആണ് നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ രണ്ട് ലോസ് നമുക്ക് വരുന്നുണ്ട്. സിമ്പിളാണ്, ആ ലോസ് പഠിച്ചു വയ്ക്കുക. അടുത്ത ക്വസ്റ്റൻ എന്താ? ഒബ്റ്റെയിൻ എ റിലേഷൻ ഫോർ ദ ടോട്ടൽ ഡീവിയേഷൻ പ്രൊഡ്യൂസ്ഡ് ഫോർ എ റേ ഇൻസിഡൻറ്റ് ഓൺ എ പ്രിസം വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ റേ ഡയഗ്രാം. ശ്രദ്ധിക്കുക, റിലേഷൻ ഫോർ ദ ടോട്ടൽ ഡീവിയേഷൻ പ്രൊഡ്യൂസ്ഡ് ഫോർ എ റേ ആണ്. സോ ആ ഡീവിയേഷൻ്റെ റിലേഷൻ മതി. നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഡെറിവേഷനാണ് നമ്മൾ ആ ചാപ്റ്ററിൽ ആ ലോക്കിൽ പഠിക്കുന്നത്. അതിൻ്റെ ഇൻബിറ്റ്വീൻ ഒരു സ്റ്റെപ്പിൽ നമുക്ക് അവസാനിപ്പിക്കാം. ബട്ട് നമുക്ക് ആ ടോട്ടൽ ഡെറിവേഷൻ നമുക്കൊന്ന് നോക്കാം അല്ലേ. അപ്പോൾ ആ ഫിഗർ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, പ്രിസത്തിൻ്റെ ഫിഗർ വരയ്ക്കുമ്പോൾ ഒന്ന് വലുതാക്കി വരയ്ക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുക. കാരണം അതിനകത്തേക്ക് വരുന്ന ലൈറ്റ് റേ, ഓക്കെ, ആ ലൈറ്റ് റേ വരുന്നു, അവിടെ നമ്മളൊരു നോർമൽ വരയ്ക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് ബെൻഡായിട്ട് ലൈറ്റ് ഇങ്ങോട്ട് പോകുന്നു. ഓക്കെ, എഗെയിൻ നമ്മളൊരു നോർമൽ അവിടെ വരയ്ക്കുന്നു. റൈറ്റ്, അഗെയിൻ ലൈറ്റ് റേ വരയ്ക്കുന്നു. അപ്പോൾ ലൈറ്റ് റേ ഞാൻ നെയിം ചെയ്യാണ് PQRS എന്ന് ഞാൻ ആ ലൈറ്റ് റേക്ക് നെയിം ചെയ്യുന്നു. ഓക്കെ, ഇനി ട്രയാങ്കിൾ നമ്മൾ പ്രിസം ABC ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും വരുന്നത് അല്ലേ. ഇനി ഇതിൻ്റെ ഈ ആക്ച്വൽ പാത്ത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ഡീവിയേഷൻ കിട്ടും അല്ലേ. ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഇവിടെയാണ് നമുക്ക് വരുന്നത്. റൈറ്റ്, ഇത് നമുക്ക് അതിനെ ഒന്ന് എക്സ്പ്രസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമുക്കൊരു പോയിന്റ് കൂടെ ഉണ്ട്. ഈ പോയിന്റ് ഞാൻ M എന്നും ഈ പോയിന്റ് N എന്നും നെയിം ചെയ്ത് വെക്കുന്നു. ഓക്കെ, സോ നമുക്കൊന്ന് നോക്കാം ഇനി എന്തൊക്കെയാണ് വരുന്നത്. അപ്പോൾ ആ ആംഗിൾ എയും ആംഗിൾ എമ്മും വരുന്നുണ്ട്. ആംഗിൾ എയും ആംഗിൾ എമ്മും കൺസിഡർ ചെയ്യുമ്പോൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ എം ഈസ് ഈക്വൽ ടു 180 ആണ്. കാരണം അതിനകത്ത് മറ്റ് ആ കോർഡിലേറ്ററൽ AQMR കൺസിഡർ ചെയ്യുമ്പോൾ കോർഡിലേറ്ററൽ AQMRൽ ക്യൂവും ആറും 90 ഡിഗ്രി ആയിരിക്കും. സോ എയും എമ്മും ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി കിട്ടും. ഒക്കെ നമുക്കറിയാം. അപ്പോൾ നമുക്ക് എമ്മിൻ്റെ ഫാക്ടർ അവിടെ നിർത്താം. ഇനി അടുത്ത ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഈ QMR എന്നുള്ള ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ, ഓക്കെ, QMR എന്നുള്ള ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ നോക്കി, ഇവിടെ നമ്മൾ ആംഗിൾസ് ഉണ്ടായിരുന്നല്ലേ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I ആൻഡ് R ഒക്കെ വരുന്നിടത്ത് ഞാനിത് I1 എന്ന് നെയിം ചെയ്യുന്നു, ഇത് R1 എന്ന് നെയിം ചെയ്യുന്നു. ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, അത് ഞാൻ R2 എന്ന് നെയിം ചെയ്യുന്നു. ആൻഡ് ദിസ് ഈസ് I2. ആംഗിൾ ഓഫ് എമർജൻസ് നമുക്ക് കൊണ്ടും റെപ്രസെൻറ്റ് ചെയ്യാം. തൽക്കാലം നമ്മളിവിടെ ഒരു കൺവീനിയൻസിന് അത് I2 എന്ന് നെയിം ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ ഈ എമ്മിൻ്റെ ട്രയാങ്കിൾ, അതായത് QMR ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ അതെന്താണ്? R1 പ്ലസ് R2 പ്ലസ് ആംഗിൾ M ഈസ് ഈക്വൽ ടു 180 ആണ്. ദാറ്റ് മീൻസ് ആംഗിൾ R1 പ്ലസ് R2 ഈസ് ഈക്വൽ ടു ആംഗിൾ A എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് ആദ്യം കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് മിനിമം ഡീവിയേഷനിലേക്ക് വരാം. മിനിമം ഡീവിയേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ആംഗിൾ ഡിക്ക് ഈക്വൽ ആയിരിക്കും ഏത്? അത് ട്രയാങ്കിൾ QNRൻ്റെ എക്സ്റ്റീരിയർ ആംഗിൾ ആണല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മിന് അത് ഈക്വൽ ആയിരിക്കും. ആംഗിൾ D ഈസ് ഈക്വൽ ടു ആംഗിൾ
ക്യു ആർ പ്ലസ് ആംഗിൾ എൻ ആർ ക്യു എന്ന് നമുക്ക് എഴുതാം. അതായത് ഡി ഈസ് ഈക്വൽ ടു എൻ ക്യു ആർ എന്ന് പറയുന്നത് I1 മൈനസ് R1 ഈക്വലാണ്. അതേപോലെ എൻ ആർ ക്യു എന്ന് പറയുന്നത് I2 മൈനസ് R2 ഈക്വലാണ്. സോ ഡി ഈസ് ഈക്വൽ ടു I1 പ്ലസ് I2 മൈനസ് R1 പ്ലസ് R2. R1 പ്ലസ് R2 ബ്രാക്കറ്റിനകത്ത് നിർത്തുകയാണെങ്കിൽ നമുക്ക് I1 പ്ലസ് I2 ഈസ് ഈക്വൽ ടു I1 പ്ലസ് I2 മൈനസ് R1 പ്ലസ് R2 എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ദിസ് ഈസ് ഇക്വേഷൻ 1 ആൻഡ് ദിസ് ഈസ് ഇക്വേഷൻ 2 എന്ന് നമുക്ക് നെയിം ചെയ്യാൻ സാധിക്കും. ഇനി അറ്റ് മിനിമം ഡീവിയേഷൻ, നമ്മൾ ടോട്ടൽ ഡീവിയേഷൻ്റെ എക്സ്പ്രഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, നമുക്കിത് 2 കൊടുക്കണ്ട. നമുക്കിത് ഡി ഈസ് ഈക്വൽ ടു I1 പ്ലസ് I2 മൈനസ് ആംഗിൾ എ എന്ന് നെയിം ചെയ്യാം. കാരണം R1 പ്ലസ് R2 ആംഗിൾ എക്ക് ഈക്വലാണ് ഫ്രം ഇക്വേഷൻ 1. ഇത് നമുക്ക് ഇക്വേഷൻ 2 ആയിട്ട് കൊടുക്കാം. ആ ഇക്വേഷൻ 2 ആണ് ആക്ച്വലി ഈ ക്വസ്റ്റ്യനിൽ അവർ ചോദിക്കുന്ന ചോദ്യം. ഒബ്റ്റെയിൻ എ റിലേഷൻ ഫോർ ദ ടോട്ടൽ ഡീവിയേഷൻ പ്രൊഡ്യൂസ്ഡ് ഫോർ എ റേ ഇൻസിഡൻറ്റ് ഓൺ എ പ്രിസം വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ റേ ഡയഗ്രാം. ഇവിടെ ഇത് കംപ്ലീറ്റ് ആണ്. ഓക്കെ, ഈ ചോദിച്ച ചോദ്യത്തിന് ആൻസർ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി അറ്റ് മിനിമം ഡീവിയേഷൻ കണ്ടീഷൻ കൊടുക്കുകയാണെങ്കിൽ മിനിമം ഡീവിയേഷനിൽ അറ്റ് മിനിമം ഡീവിയേഷൻ അത് നമുക്ക് ആംഗിൾ ഓഫ് ഡീവിയേഷൻ സ്മോൾ ഡി പകരം ക്യാപിറ്റൽ ഡി എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ആ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I1 ഇസ് ഈക്വൽ ടു I2 ദാറ്റ് ഈസ് I എന്ന് നമുക്ക് നെയിം ചെയ്യാം. അതേപോലെ R1 ഇസ് ഈക്വൽ ടു R2 ഇസ് ഈക്വൽ ടു R എന്ന് നമുക്ക് നെയിം ചെയ്യാം. അങ്ങനെ കൊടുത്താൽ ഇക്വേഷൻ 1 എന്തായിട്ട് മാറും? ഇക്വേഷൻ 1 എന്ന് പറയുന്നത് 2R is equal to A, therefore R is equal to A by 2 എന്ന് നമുക്ക് കിട്ടും. അതേപോലെ ഇക്വേഷൻ 2ലേക്ക് കൊടുത്താലോ I1 I2 2I വരും അല്ലേ. അതായത് D is equal to, D means capital D, നമ്മുടെ മിനിമം ഡീവിയേഷൻ, D is equal to 2I മൈനസ് A. സോ നമുക്ക് എന്ത് ചെയ്യാം? I is equal to നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? 2I is equal to A plus D വരും, I is equal to A plus D by 2 അല്ലേ. സോ A plus D divided by 2 എന്ന് നമുക്ക് കിട്ടും. സോ I A plus D by 2 ആയിട്ടും R A by 2 ആയിട്ടും നമുക്ക് കിട്ടും. അതിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N is equal to sin I divided by sin R. That means sin of A plus D by 2 divided by sin A by 2. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷനും നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ആ രീതിയിലും ഈ ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡീവിയേഷൻ്റെ എക്സ്പ്രഷൻ മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് ഈ പോർഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ എക്സ്ട്രാ പറയാൻ കാരണം സാധാരണ ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഇത്രയും വരേക്കും ആ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇത് നമുക്ക് ആൻസറായിട്ട് കൊടുക്കേണ്ടി വരാറുണ്ട്. ഓക്കെ, ഇത്തവണ അതില്ല. ഇത്തവണ നമുക്ക് ഇക്വേഷൻ 2 ഇവിടെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മളുടെ ആൻസർ ഈ ഒറ്റ പോയിന്റിൽ നമുക്ക് അവസാനിപ്പിക്കാം. ആംഗിൾ ഓഫ് ഡീവിയേഷൻ നമുക്ക് എക്സ്പ്രസ് ചെയ്യുന്ന വഴി. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. പ്രിസത്തിൻ്റെ ഡയഗ്രാം, ഈ ഒരു റിഫ്രാക്ഷൻ്റെ ഡയഗ്രാം നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. അത് റേ ഒപ്റ്റിക്സിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. റേ ഒപ്റ്റിക്സിൽ നമുക്ക് ആ സ്പെറിക്കൽ സർഫസിലെ റിഫ്രാക്ഷൻ വരുന്നുണ്ട്, ലെൻസ് മേക്കേഴ്സ് ഫോർമുല വരുന്നുണ്ട്. ഇത്തവണ ലെൻസ് മേക്കേഴ്സ് ഫോർമുലയുടെ ഒരു പ്രോബ്ലമാണ് വന്നത്. ദെൻ പ്രിസത്തിൻ്റെ കേസാണ് ക്വസ്റ്റ്യനായിട്ട് വന്നത്. ഓക്കെ, എല്ലാം കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. നമുക്ക് എല്ലാ ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് ഫ്രീക്വൻ്റ് ആയിട്ട് വരാറുണ്ട്. എല്ലാ ഭാഗത്തും ഞാൻ പറയുന്നത് ഈ പറയുന്ന റേ ഒപ്റ്റിക്സിനകത്തു നിന്ന് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ മെൻഷൻ ചെയ്ത ഡെറിവേഷൻസ് ഒക്കെ പഠിച്ചു വയ്ക്കാം. ഓക്കെ, സോ ചാപ്റ്റേഴ്സ് എല്ലാം കൃത്യമായിട്ട് കവർ ചെയ്യും. അതിനകത്ത് അത്രയും പ്രയോറിറ്റി ടോപ്പിക്സ് ഒന്നും പിക്ക് ഔട്ട് ചെയ്ത് പഠിക്കുകയും ചെയ്താൽ നമുക്ക് എല്ലാ ചാപ്റ്ററും കൃത്യമായി തന്നെ സ്കോറിങ്ങിലേക്ക് കൊണ്ടുവരാൻ പറ്റും. നമുക്ക് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ സ്റ്റഡി വെൽ. താങ്ക് യു.